എങ്ങനെയായിരിക്കണം എന്റെ ചെയ്തികൾ? നിങ്ങളൊന്ന് പരിശീലിക്കൂ. ചിലർ ഈ വിധത്തിലായിരിക്കാം ചെയ്യുന്നത്. ഇപ്പൊ വീട്ടിലെ അമ്മമാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിസ്സംഗമായിട്ട് പലതും ചെയ്യുന്നുണ്ടാവും. എല്ലാ ചെയ്തികളും ഇങ്ങനെയാവട്ടെ, എല്ലാം തന്നെ. അതിന്റെ ആ ഒരു പൂർണ്ണത, അതിന്റെ ആ ഒരു തൃപ്തി ഇതിലെന്താണെന്നറിയോ? ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ ഭാവത്തിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നിങ്ങൾക്ക് ശേഖരിച്ചു വെക്കാനുണ്ടാവില്ല. അതാ സ്വാമി പറഞ്ഞത്. ഒരാൾക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. ഇത് അങ്ങേയറ്റം ശ്രദ്ധാപൂർവമുള്ള കർമ്മങ്ങളായിരിക്കും, അങ്ങേയറ്റം. ഇതാണ് പ്രകൃതിയിൽ നടക്കുന്നതെല്ലാം. ഗൗതമൻ എന്ന ഗുരു ഒരിക്കല് ഗുരുകുലത്തില് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയും, മക്കളെ, നമ്മുടെ ആശ്രമത്തില് വെള്ളം കയറാൻ പോകുന്നു, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ പോകുന്നു. അപ്പൊ ആശ്രമത്തിലെ പശുക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതില് പശുക്കളെയായിട്ട് ഇന്ന ദിക്കിലേക്ക്, ദക്ഷിണ ദിക്കിലേക്ക് പോകണം. എന്നിട്ട് അവിടെ അതിനെ മേയിച്ച് പിന്നീട് വരിക. ആരാണ് അതിന് തയ്യാറായിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ആ കൂട്ടത്തില്, ആശ്രമത്തിലെ അന്തേവാസികളുടെ കൂട്ടത്തില് സത്യകാമൻ എന്ന് പറഞ്ഞ ഉപനിഷത്തില് പല വിദ്യാർത്ഥികളുണ്ട്. ഇവിടെ സത്യകാമൻ എന്ന വിദ്യാർത്ഥി തയ്യാറായി. അപ്പൊ അവനെ ശിഷ്യന്മാര് പരിഹസിക്കുന്നുണ്ട്. എടാ, നീ എന്തൊരു വിഡ്ഢിയാണ്. അവനോട് പറയണു, മൂഢോസി മൂഢ, നീ ഒരു മൂഢനാണ്. ആശ്രമത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ കാട്ടിൽ കിട്ടുമോ? ഇപ്പൊ ഇവന്മാരിവിടെ നന്നായി ശാപ്പിട്ടുകൊണ്ട് കഴിയുകയാണ്. നിനക്ക് കിട്ടുമോ? നിനക്കെങ്ങനെ ഉറങ്ങാൻ സാധിക്കും? നിനക്കാരാണ് കൂട്ടുകാര്? അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവൻ പറയും, എനിക്ക് എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. ഗുരുവിനോട് പറയും, ഞാൻ റെഡി എന്ന് പറയും. സത്യകാമൻ റെഡിയായിട്ട് മുന്നോട്ട് വരും. ഗുരുവിന് സന്തോഷമാവും. അപ്പം പറഞ്ഞു, ഗുരുവിന്റെ വാക്ക് എനിക്കുണ്ട്, ഗുരുവിന്റെ വാക്ക് എന്നെ നയിക്കും. പിന്നെ എനിക്ക് കൂട്ടാളികളായിട്ട് ഈ പശുക്കളുണ്ടല്ലോ, ഇവരെ ഞാൻ എന്റെ സുഹൃത്തുക്കളാക്കും എന്ന് പറയും. അങ്ങനെ ഗൗതമൻ സത്യകാമനോട് പറയും, സത്യകാമ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. 400 പശുക്കളെ കൊടുത്തിട്ട് പറയും, ഇത് 1000 ആവുമ്പോൾ തിരിച്ചു വരണമെന്ന് പറയും. അങ്ങനെ സത്യകാമൻ 400 പശുക്കളുമായിട്ട് ദക്ഷിണ ദിക്കിലേക്ക് പോവാണ്. വളരെ ഗംഭീരമാണ് കഥ പറയുന്നത്. അവൻ പശുക്കളോടൊപ്പം അവൻ സഞ്ചരിച്ചതോടുകൂടി അവൻ മനുഷ്യന്മാരിൽ നിന്ന് വിട്ടു. അവന് പശുക്കളുടെ ഭാഷ മനസ്സിലാവാൻ തുടങ്ങി. അവന്റെ സമ്പർക്കം നദീതീരത്തും വൃക്ഷച്ചുവട്ടിലും പശുക്കളുമായിട്ട് അവന് നന്നായി കാര്യങ്ങൾ പിടികിട്ടാൻ തുടങ്ങി. അവനെ അങ്ങേയറ്റം പ്രകൃതിയുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചു തുടങ്ങി. കാലങ്ങൾ പോയി, പശുക്കൾ 1000 പശുക്കൾ ഗുരു പറഞ്ഞത് കേട്ടിട്ടുണ്ട്. സത്യകാമൻ ഇതൊക്കെ മറന്നുപോയി, ഈ കാര്യങ്ങളൊക്കെ. അവൻ ചോദിച്ചു, അപ്പൊ ഒരു പശു വന്ന് ചോദിച്ചു, അല്ല, നമുക്ക് തിരിച്ചു പോണ്ടേ എന്ന്. അവർക്കൊരു അസ്വസ്ഥത, തിരിച്ചു പോകണമല്ലോ. അങ്ങനെ അവർ തിരിച്ചു പോവുക. സത്യകാമൻ ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഗുരു മറ്റു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, 1001 പശുക്കൾ അതാ വരുന്നു. 1001 പശു എന്ന് ഗുരു പറയുന്ന സമയത്ത് സത്യകാമൻ ഉന്നതമായ ഒരു ഭാവത്തെ പ്രാപിച്ചു. സത്യകാമന്റെ ആ വരവ് ഒരു കാറ്റ്, ഒരു തെന്നല് പോലെയായിരുന്നു. അങ്ങേയറ്റം പ്രകൃതി അനുസാരിയായിട്ട്, അഹങ്കാരത്തിന്റെ ഒരു സ്പർശം പോലും ഇല്ലാതെ. പശു നടക്കുന്നത് അഹങ്കാരത്തോടു കൂടിയല്ല. ഈ പ്രപഞ്ചത്തിലെ ഏത് ജീവജാലങ്ങളിലും അഹങ്കാരത്തിന്റെ ഒരു സ്പർശം പോലും ഉണ്ടാവില്ല. 1001 പശു എന്ന് പറഞ്ഞാൽ അവൻ ഉന്നതമായ ഭാവത്തെ പ്രാപിച്ചു. കാട്ടിൽ വെച്ച് അവൻ ഇന്ദ്രനുമായിട്ടൊരു സംവാദമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇന്ദ്രനുമായിട്ട് അവൻ 4 ദിവസം ചെലവഴിക്കുന്നുണ്ട്. 4 ദിവസം കൊണ്ട് ഓരോ ദിവസം ഓരോ വേദത്തെ അവൻ അധ്യയനം ചെയ്യുന്നുണ്ട് ഇന്ദ്രനിൽ നിന്ന്. അങ്ങനെ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുക കൂടി സത്യകാമൻ കാട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രകൃതി അനുസാരി എന്ന് പറഞ്ഞാൽ പ്രകൃതി ഒരു പശു സദൃശമാകുന്നത് ഉയർന്നമായ ഭാവമാണ്. നമ്മൾ ഈ മൃഗീയത എന്ന് പറയുന്നത് അത് നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത് മൃഗീയത. മാനവി എന്താ, അതിന് പേര് വേറെയൊക്കെയാണ്, അതിനെ സ്വാമി പറയുന്നില്ല. പോട്ടെ. ഉയർന്ന ഒരു തലം, ഒരു മൃഗത്തെ പോലെ, ഒരു പശുവിനെ പോലെ, ഒരു കാറ്റുപോലെ, ഒരു കിളിയുടെ കരച്ചിൽ പോലെയൊക്കെ ആയിത്തീരുക. അത് അങ്ങനെ എന്താ അതിന്റെ സൗന്ദര്യം നോക്കൂ. എല്ലാ ജീവജാലങ്ങളിലും ഇത് കാണാം, നമുക്ക് മാത്രം ഇതില്ല എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ,
ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. സ്വാമി ചില ചെറിയ ചെറിയ ഒരു എന്താ പറയാ ഉദാഹരണങ്ങൾ തരാം. ഒരു അതിഗംഭീരമായ ഒരു ചിത്രം ഇരിക്കട്ടെ, ഒന്നുമില്ല, കൈലാസവും മാനസ സരസും, ആ രണ്ടിന്റെയും കൂടെ ഒരു പടമുണ്ട്. ആ എന്താ പ്രേമപൂർവം എന്ന് പറഞ്ഞ പുസ്തകം മേടിച്ചാൽ അതിൽ കുറെ ഗംഭീര ചിത്രങ്ങളുണ്ട്, പടങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിരുന്നാൽ തന്നെ കുറച്ച് മതി എന്ന് പറയാം. അപ്പൊ അതില് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു പടം കൂടി അതിന്റെ ഇടയിൽ അങ്ങോട്ട് കയറ്റി വെക്കുക. നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ തന്നെ മഹാ ബോറായിട്ടുണ്ട്. അതിസുന്ദരമായ ദൃശ്യത്തില്, ഒരു പ്രകൃതിയുടെ സുന്ദരമായ ഒരു ദൃശ്യത്തിൽ, ഇപ്പൊ കൈലാസവും മാനസരസവും പിന്നെ അതുപോലെ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ളിടത്ത് ഒരു പശു നിന്നാൽ കുഴപ്പമില്ല, യാക്കുണ്ടല്ലോ, യാക്ക് അവിടുത്തെ ഒരു ജീവിയാണ്. ഒരു കുരങ്ങൻ അവിടെ നിന്നാൽ കുഴപ്പമില്ല, ഒരു കഴുത പോലും ആ ദൃശ്യത്തിന് മാറ്റുകൂട്ടും. പക്ഷെ ഒരു മനുഷ്യൻ അരോചകമായിട്ട് തീരും അവിടെ. പിന്നെ നിസ്സംഗനായ ഒരു യോഗി വര്യനാണെങ്കിൽ ചേരും. അവന്റെ വേഷം മാത്രമല്ല, അവന്റെ മനസ്സും കൂടെ അത്തരത്തിലൊരു ഭാവത്തെ കൈവരിച്ച ഒരാളാണെങ്കിൽ, അതുകൊണ്ടാണ് തപോവന സ്വാമികളും ഹിമാലയവും വളരെ നന്നായി ചേരുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ഹിമവാനാണ്, ഒരു പർവ്വതം പോലെയാണ് അദ്ദേഹം അതായി തീർന്ന ഒരാളാണ്. ബാക്കിയെ നമ്മളുണ്ടല്ലോ, മക്കളും എല്ലാം കൂടെ ഇങ്ങനെ കൂടി നിന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പിറകിൽ ഹിമാലയം കയറ്റി വെച്ചാൽ നമുക്കറിയാം ഇത് രണ്ടും രണ്ടാണ് അല്ലേ. മറ്റേ ആളുകൾ പറയും അസലായിട്ടുണ്ട് പടം, ഹിമാലയം ഗംഭീരമായിട്ടുണ്ടെന്ന് ഇല്ലേ. നമ്മൾ ചെയ്യാറുണ്ടല്ലോ നമ്മുടെ പടം, അതിന്റെ ഇടയിൽ കുയിലും അല്ലെങ്കിൽ ഇണക്കിളികളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറയാറില്ല, ഓ അതിന് ഒരു പൂർണ്ണത ഇല്ലാത്തതുപോലെ. എന്തുകൊണ്ടാണ് ഈ പൂർണ്ണത നഷ്ടപ്പെടുന്നത്? നമ്മുടെ അഹങ്കാരം എന്ന് പറയും. അഹങ്കാരം പ്രകൃതിയിൽ നിന്ന് നമ്മെ അന്യനാക്കുന്നു, മാറ്റി നിർത്തുന്നു. അഹംഭാവം പ്രകൃതിക്ക് തന്നെ പ്രകൃതി തന്നെ വിചാരിക്കും, എന്തിനാ ഇവനിങ്ങനെ മസില് പിടിക്കുന്നത്? അതാണ് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഓടാൻ തോന്നുന്നത്. അഹങ്കാരം ഓടിക്കുക നമ്മളെ. നല്ല നിന്ന് കൊള്ളേണ്ട സമയമാണ് നിന്ന് അങ്ങോട്ട് കൊള്ളും. അഹങ്കാരം ഇല്ലാത്തവന് അതൊക്കെ സാധിക്കും. ഈ അധ്യായത്തില് എന്താണ് സന്യാസമെന്നും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നും നമുക്ക് ഉറപ്പായി കിട്ടണം. അതുകൊണ്ടാണ് ഭഗവാൻ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത്. സന്യാസത്തെ മാത്രമല്ല, ഭഗവത്ഗീത എല്ലാറ്റിനും ഒരു തനതായ, നമ്മൾ മുൻപ് എന്തൊക്കെയാണോ കേട്ടിട്ടുള്ളത്, ഈ യജ്ഞം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, യാഗം, യജ്, എന്താണ് യജിക്കേണ്ടത് അതും നമുക്ക് മനസ്സിലായി. ഈ യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് യോഗ അഭ്യാസമാണ് അല്ലേ, യോഗം എന്ന് പറഞ്ഞാൽ അതുപോലെ കർമ്മയോഗവും സന്യാസവും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ മനസ്സിൽ സന്യാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒന്നാമത്തെ നിർദ്ദേശം ഒന്ന് ഓർത്തു വെക്കുക, സന്യാസത്തെ ഒന്നുമായി ബന്ധിപ്പിക്കരുത്. ഒന്നുമായും. അത് ശരീരമായോ അല്ലെങ്കിൽ വസ്ത്രമായിട്ടോ നാമമായിട്ടോ ഏതെങ്കിലും ദേശത്ത് ഏതെങ്കിലും കാലത്ത് സംഭവിക്കേണ്ടുന്ന ഒന്നോ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ വധിച്ചു എന്ന് പറയുന്നതിൽ ശിഖണ്ഡിയെ കണ്ട സമയത്ത് നമ്മൾ ആ തത്വം വിചാരം ചെയ്തിട്ടുള്ളതാണ്. സന്യാസത്തിന്റെ ആ ഒരു ഭാവം, അതിലേക്കുള്ള ഒരു പ്രവേശിക, അതിന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ശരീരത്തെ സ്വതന്ത്രമായി വിടുക. ശ്രദ്ധിക്കണം. ഇന്നലെ കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞുവല്ലോ, ഒരു രണ്ടാം ശൈശവം എന്ന് പറഞ്ഞത് ഇതാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ മുഴുവൻ സാധ്യത ഉറങ്ങിക്കിടക്കുന്നതാണ്. ഒരു അഗ്നിപർവ്വതം എന്ന് കുട്ടിയെ വിശേഷിപ്പിക്കും. കാരണം മുഴുവൻ സാധ്യത ഉള്ളിലുണ്ട്. അതങ്ങോട്ട് പ്രകടമാകാൻ ഒരു സമയം അനുവദിച്ചാൽ മാത്രം മതി. അപ്പൊ ഈ സന്യാസം എന്നത് നമ്മുടെ രണ്ടാമത്തെ ജന്മമാണ്, രണ്ടാം ശൈശവമാണ് എന്ന് പറയാം. അതിന് ശരീരമായി ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ഇതൊന്നാമത്തെ നിയമം. സന്യാസിയെ സംബന്ധിക്കുന്ന പല നിയമങ്ങൾ അല്ലെങ്കിൽ പല നിഗമനങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സന്യാസി എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കുന്നത് ഇല്ലേ? ഇതൊക്കെ ഓർമ്മ വേണേ. സ്ഥിരമായതിനെ സ്വീകരിച്ച് അസ്ഥിരമായതിനെ ഉപേക്ഷിച്ചവൻ. ആകാശത്തെയും മേഘത്തെയും ഉദാഹരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി സന്യാസി ബലം പിടിക്കുന്നുണ്ടോ? ഇല്ല.
സന്യാസി കാണുന്നു, അവൻ നടക്കുന്നു, അവൻ ഭക്ഷണം കഴിക്കുന്നു, വിസർജനാദി പ്രക്രിയകളൊക്കെ ചെയ്യുന്നു. ഇതിലൊന്നും അവന്റെ സന്യാസത്തിന് യാതൊരു ഭംഗവും സംഭവിക്കുന്നില്ല എന്ന് പറയും. അതെങ്ങനെയാണ്? അതിന്റെ പ്രവർത്തനങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്ദ്രിയങ്ങൾ നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാം. ശരീരമോ പൂർണ്ണ വിശ്രമം അനുഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അഹം ദേഹോ നാഹം. ദേഹോ നാഹം എന്ന ഭാവനയാണ് ഒരുവനെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി അടർത്തി നിൽക്കുന്നത്. പിന്നെ അവന് എന്തെങ്കിലും ഒന്നുമായി താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്. അതെന്താണ്? കോഹം സോഹം, ഞാൻ സഹ അഹം, ഞാൻ അതാണ് എന്നത്. ഇതാണ് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഇല്ലായ്മയെ, അതിന്റെ അഭാവത്തെയാണ് അഹങ്കാരത്തിന്റെ അഭാവം എന്ന് കണ്ടത്. അതുകൊണ്ട് ഈ അഹങ്കാരത്തോട് കൂടിയിട്ട്, അഹങ്കാരം, കുട്ടികൾക്ക് അഹങ്കാരം ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. അഹങ്കാരം ഒരു മഹാത്മാവ് പറയുന്നുണ്ട്, ഈ കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടികൾ വീണ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്നൊന്നും സംഭവിക്കാറില്ല. കുട്ടികളെ ആരോ ദൈവം കാക്കുന്നു, ഈശ്വരൻ കാക്കുന്നു എന്നൊക്കെയാ പറയാ. കുട്ടികൾ വീണ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അവർക്കൊന്നും സംഭവിക്കുന്നില്ല. രണ്ടുപേരുടെ കേസിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒന്ന് കള്ളുകുടിയന്മാരുടെ കേസിൽ അവർ വീഴുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഷാപ്പിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല ഉച്ചവെയില് അട്ടിച്ച് മുകളിലും സൂര്യന്റെ ചൂടും ഉള്ളിൽ കിടക്കുന്നതിന്റെ ചൂടും ഒക്കെ ആയിട്ട് ചിലര് സൈക്കിളില് അല്ലെങ്കിൽ സ്കൂട്ടറില്, സ്വാമി എത്രയോ ഈ കാഴ്ച കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. സൈക്കിളിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് സൈക്കിൾ അടക്കം മറഞ്ഞ് അപ്പുറത്തേക്ക് വീഴുക. സൈക്കിൾ ഒരു ഭാഗത്ത് തെറിച്ചു വീഴണു, എന്നിട്ട് ഇയാൾ തലയൊക്കെ അടിച്ചിട്ട് വീഴണു. അവിടെ ഇയാളുടെ കാര്യം കഴിഞ്ഞു, മരിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കാണാം സുഖമായി എഴുന്നേറ്റ് മുണ്ടും മടിക്കുത്തു കുത്തി ആള് പോകും. ഇതിന്റെ ഒരു അംശം മതി നമുക്ക്, ഇല്ലേ? നമ്മളൊന്ന് ഒരു ബക്കറ്റ് വെള്ളമായിട്ട് ബാത്റൂമിലേക്ക് ഒന്ന് പോയതാ, ഒന്ന് തെന്നി, പിന്നെ ഇതാ കിടപ്പിലാണിപ്പം. ഒരു 2-3 വർഷമായി നട്ടല് പൊട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടി. കാരണം നമ്മൾ വീഴുന്നതിന് മുൻപ് തന്നെ എല്ലാം ഒടിഞ്ഞു എന്ന് സ്ഥിരീകരിക്കുന്നു. കുടിയൻ വീണാൽ കുടിയന് കൂടുതലൊന്നും പറ്റാത്തത് അഹങ്കാരമില്ല അവിടെ. അതങ്ങനെ ഒരു പഞ്ഞിക്കെട്ട് പോലെ അങ്ങനെ വീണുകൊണ്ടിരിക്കുക. അതെ, നിങ്ങൾ ഈ കാഴ്ച കാണേണ്ടതാണ്. എന്തുകൊണ്ട് ശരീരത്തിന് കൂടുതൽ ക്ഷതം സംഭവിക്കുന്നില്ല? ശരീരത്തിന് മുറിവേൽക്കും. പിറ്റേന്ന് നമ്മൾ വിചാരിക്കും ഇയാളെ ഇനി ഒരു 2 മാസത്തേക്ക് നോക്കണ്ട, ഒന്നുമില്ല, അതൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ഇവൻ പാമ്പ് പോലും കടിച്ചാൽ പാമ്പ് മരിച്ചു പോവുകയാണ്. അതെ, ഈ സ്വാമി ആരോ ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ പറഞ്ഞിരുന്നു, സ്വാമി എന്തിനാ സ്വാമി ഏതെങ്കിലും ദിവസം മദ്യം കഴിക്കാത്ത ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇന്നും ഇത് പറയുന്നത്, കാരണം ഇത് നമ്മുടെ മുൻപിൽ ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമാണ്, ഉദാഹരണമാണ് ഇത്. എന്തുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കുന്നില്ല? നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരം അവിടെ ഇല്ല, ഞാനെന്ന ഭാവമില്ല. അതിൽ വീഴുന്ന സമയത്ത് അതിനങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പൊ അതിനെയാണ് ഇവിടെ പരിത്യജിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് സന്യാസത്തെ പ്രാപിക്കേണ്ടുന്നവൻ ഒന്ന് നിശബ്ദനായി തന്നെ നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവന്റെ സംസാരമൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. മനസ്സിനെ പൂർണ്ണമായി ശൂന്യമാക്കുക. ഒരുപാട് വിചാരങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നോക്കുക, ഞാൻ ആരാണ്? ഞാൻ സ്ഥിരമായതാണ്, എന്നിൽ വരുന്നതാണ് ഈ പറഞ്ഞതൊക്കെ എന്ന് പറയാം. ഒരു ശൂന്യത എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും ഒരു മുളന്തണ്ട് പോലെ എന്ന് പറയാം. ഭഗവാന്റെ ഒരു മുരളി കണ്ടിട്ടുണ്ടോ? പൊള്ളയായ മുളന്തണ്ട്, അതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് അതിനകത്തേക്ക് വായു പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗീതം വരികയായി. അതാ പാഞ്ചജന്യത്തിന്റെ പ്രത്യേകത. ആസുരികമായ പഞ്ചജനനം ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ധർമ്മകാഹളം തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയാം. ഒരു മുളന്തണ്ടായി തീരലൊക്കെ സന്യാസിയുടെ ലക്ഷണമാണ്. യാതൊരു തടസ്സങ്ങളുമില്ല, എന്ത് കയറിക്കഴിഞ്ഞാലും അത് അതിമനോഹരമായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പ്രകടമാവുമെന്ന് പറയാം. എടുക്കുന്നതിലും കൊടുക്കുന്നതിലും ഒന്നും തന്നെ എടുക്കുന്നതും കൊടുക്കുന്നതും ഒന്നിലും മനസ്സ് വ്യാപരിക്കാതിരിക്കട്ടെ, അതൊന്നും തന്നെ രേഖപ്പെടുത്താതിരിക്കുക.
ഈ എടുക്കലും കൊടുക്കലും ഒക്കെ രേഖപ്പെടുത്തി അതിന്റെയൊക്കെ കണക്കുകൾ സൂക്ഷിക്കുന്ന നമുക്ക് സന്യാസം എന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പക്ഷെ ഒന്നുമില്ല, അത്യന്തം ലളിതം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്താണ്? അവൻ കാണുന്നു, കേൾക്കുന്നു, ശ്വസിക്കുന്നു, സ്പർശിക്കുന്നു, ഭക്ഷിക്കുന്നു, എന്തൊക്കെ അവൻ ചെയ്യുന്നുവോ, പക്ഷെ അവനൊന്നും ചെയ്യുന്നില്ല. തുടർന്ന് ഭഗവാൻ ഇതിന് നല്ലൊരു സന്യാസ ജീവിതത്തിന് ഉത്തമമായ ഒരു മാതൃക നമ്മുടെ മുൻപിലേക്ക് ഭഗവാൻ അവതരിപ്പിക്കുന്നു. ഇത് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു ശ്ലോകമാണ്. നോക്കാം. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ബ്രഹ്മണി ആധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സ പാപേന പത്മപത്രം ഇവ അംബസ. അതിഗംഭീരമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം ഭഗവാൻ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. എന്താണ്? യഹ, യാതൊരുത്തൻ കർമാണി, കർമാണി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ, ബ്രഹ്മണി ആധായ, ബ്രഹ്മണി ആധായ ബ്രഹ്മത്തിൽ നിശ്ചലമായ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരഭൂതമായി നിലകൊള്ളുന്ന ആ ചൈതന്യത്തിലേക്ക്, ശക്തിവിശേഷത്തിലേക്ക് സമർപ്പിച്ചിട്ട്, ഇങ്ങനെ ബ്രഹ്മണി ആദായ എന്ന് പറയുമ്പം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആരാണോ കർമ്മത്തിൽ അധർമ്മത്തെയും അധർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നത്, കർമ്മമയമായ ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തെയും നിശ്ചലമായ ബ്രഹ്മത്തിൽ എല്ലാ പ്രപഞ്ച ചലനങ്ങളെയും കാണുന്നത്, ഈ കാണലിനെയാണ് ആദായ എന്ന് പറയുന്നത്. അത് ശരിക്കും തന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാവും. ആദായ സമർപ്പിച്ചിട്ട് വച്ചിട്ട് എല്ലാം ഈ ഭഗവത്ഗീതയിൽ പറയുന്നതെല്ലാം നമുക്ക് ധരിക്കാനുള്ളതാണ്. ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ശിരസ് ഇതിനെ ബുദ്ധിപരമായി ആവാഹിക്കുന്ന അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളും അതിനനുസരിച്ച് പ്രകടമാവും. ഈ കാര്യത്തെ ഇന്ദ്രിയങ്ങളും അതിനനുസരിച്ച്, ഇന്ദ്രിയങ്ങൾക്കും വേണം നിർദ്ദേശങ്ങൾ എവിടുന്നെങ്കിലും, കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടണം. അതിനെയാണ് ഭഗവാൻ ഈ അധ്യായത്തിന് മുൻപ് പറഞ്ഞത്. ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു ഗീത എന്ന് പറയാം. ഞാനിത് ആർക്ക് ഉപദേശിച്ചു? സൂര്യൻ ഉപദേശിച്ചു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇങ്ങനെ പരമ്പരയാൽ ഈ നിലനിന്ന ഈ ശാസ്ത്രം. പിന്നെ 2-ാം അധ്യായത്തിൽ പറഞ്ഞു എപ്പോഴാണ് ഒരുവന്റെ നാശം? അവൻ വിഷയധ്യാനം നടത്തുന്നു, ആ ധ്യാനത്തിൽ സംഘം ഉണ്ടാവുന്നു, സംഘത്തിൽ നിന്ന് ക്രോധം, സമ്മോഹം, സ്മൃതിഭ്രംശം. അവിടെ സ്മൃതിഭ്രംശം എന്നതൊരു വലിയ അടിവരയിടേണ്ട വാക്കാണ്. ഓർമ്മ നശിക്കുന്നു, കാരണം കേട്ടിട്ടൊന്നുമില്ല എന്ന് പറയാം. അപ്പൊ ബ്രഹ്മണിയാധായ, ഈ ബ്രഹ്മത്തിൽ വച്ചിട്ട് സമർപ്പിച്ചിട്ട് സംഘം ത്യക്ത്വ, സംഘം എന്ന് പറഞ്ഞാൽ ഒട്ടലിനെ, ആ സംഘത്തെ ഉപേക്ഷിച്ചിട്ട് അതിലുള്ള ഫലചിന്ത, വിഷയാസക്തി എന്നൊക്കെ പറയാം, അതിനെ ഉപേക്ഷിച്ചിട്ട് ആരാണ് എന്താ ചെയ്യുന്നത്? ത്യക്ത്വ, ഉപേക്ഷിച്ചിട്ട് കരോതി, അവൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? കർമ്മം ചെയ്യുന്നു. എങ്ങനെയാ അവൻ കർമ്മം ചെയ്യുന്നത്? സഹ, അവൻ അംബസം പത്മപത്രം ഇവ പാപേന ന ലിപ്യതേ. ഇതാണ് ഭഗവാൻ ഇവിടെ തരുന്ന നല്ലൊരു ഉദാഹരണം. അംബസം, അംബസം എന്ന് പറഞ്ഞാൽ ജലം, വെള്ളം. അതില് പത്മപത്രം ഇവ, താമര എന്ന പോലെ. ഒരു സന്യാസി എന്നതിന്റെ പ്രതീകം താമരയാണ് എന്ന് പറയാം. താമര പോലെ അവൻ പാപേന, പാപത്താൽ, തെറ്റിദ്ധാരണയാൽ, ന ലിപ്യതേ, ലേപനം ചെയ്യപ്പെടുന്നില്ല. ഒരു സന്യാസി എന്നതിന്റെ പ്രതീകം താമരയാണ് എന്ന് പറയാം. താമര പോലെ അവൻ പാപേന, പാപത്താൽ, തെറ്റിദ്ധാരണയാൽ, ന ലിപ്യതേ, ലേപനം ചെയ്യപ്പെടുന്നില്ല. താമര എന്നുള്ളത് അത്യധികം പ്രതീകാത്മകമാണ് എന്ന് പറയാം. അങ്ങേയറ്റം എന്താ പറയുക അതിന്?
അത് നിലനിൽക്കുന്നത് നമുക്ക് വലിയൊരു സന്ദേശം തന്നുകൊണ്ടാണ്. അതിന്റെ നിലനിൽപ്പ് ലോകത്തിലാണ്. പക്ഷെ അതിന്റെ ഉദ്ഭവം അന്വേഷിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഇടത്തു നിന്നാണ്, ദുർഗന്ധം വമിക്കുന്ന ചളിയിൽ നിന്ന്. അല്ലേ? നമ്മൾ ഏറ്റവും നികൃഷ്ടമെന്ന് വിശേഷിപ്പിക്കുന്നത് ലോകത്തില് ചളിയെയാണ്. അല്ലേ? ചളി. അവിടെ നിന്നാണ് അവന്റെ വരവ്, അവന്റെ റൂട്ട് അവിടെയാണ്. അതുകൊണ്ട് ഗീതയുടെ സൗന്ദര്യം അതൊക്കെ തന്നെയാണ്. ഭഗവാൻ എന്തുകൊണ്ടാണ് ഭഗവാനെ താമരയോട് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഭഗവാന്റെ എല്ലാ അംഗങ്ങളും താമരയാണ്. അപ്പം നമ്മളോട് പറയുന്നു, താമരയെപ്പോലെ ഈ ലോകത്ത് നിലനിൽക്കണം. എന്നാൽ ലോകത്തിൻ്റെതാകാതെ എങ്ങനെ? ഒരൽപ്പം മുകളിലായി. താമര നിൽക്കുന്നത് ഒരൽപ്പം മുകളിലാണ്. ലോകത്തിലാണ്, എന്നാൽ ലോകത്തിലല്ല. ചുറ്റുപാടിന് പ്രദാനം ചെയ്യുന്നതോ സുഗന്ധം. ഒരിക്കലും ചളിയുടെ ദുർഗന്ധം ചുറ്റുപാടിന് കൊടുക്കുന്നില്ല. നമ്മൾ വന്നത് എവിടുന്നോ ആകട്ടെ. അതുകൊണ്ടാണല്ലോ മണ്ഡോദരി രാവണന്റെ കൂടെ കൂടിയിട്ടും രാവണന്റെ സ്വഭാവമൊന്നും മണ്ഡോദരിക്ക് വന്നിട്ടില്ലല്ലോ. മണ്ഡോദരി പഞ്ചകന്യകളിൽ പ്രാതസ്മരണീയയാണ്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യാ സ്മരേത് നിത്യം സർവപാപ വിനാശനം എന്നാണ് ശ്ലോകം. മണ്ഡോദരിക്ക് പറയായിരുന്നല്ലോ, എന്ത് ചെയ്യാനാ, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ എത്ര നല്ല ഒരു ഡീസന്റ് ആയിരുന്നു എന്നറിയോ. പക്ഷെ ഇങ്ങോട്ട് ഒരു ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി ഞാനും വഷളായി, എന്താ ചെയ്യാ. ഒരിക്കൽ പോലും മണ്ഡോദരിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെയാ പറയാറ്. ഓ സ്വാമി, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞാൽ 4:30 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വരും. പക്ഷെ ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതൊന്നും ഇപ്പോ ഓർമ്മ തന്നെ ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ സഹജഭാവം കൈവടിയരുത് എന്ന് പറയാം. താമരയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉത്തമ ദൃഷ്ടാന്തം ഇതാണ്. നിലകൊള്ളുന്നു ഒരൽപ്പം മുകളിൽ എന്ന് പറയാം. അത് ഇനി ലോകത്തിന് ഏതെങ്കിലും വിധത്തില് അതിനെ സ്പർശിക്കാൻ, അതിൽ ലേപനം ചെയ്യാൻ സാധ്യമാണോ? ഇല്ല. ലോകമാകുന്ന ജലത്തിന്, താമര ഇതളിന് ഒരൽപ്പം പോലും അതിന് ലേപനം പറ്റിപ്പിടിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് പറയാം. ഇനി ഒരൽപ്പം ജലം താമര ഇതളിൽ വീഴുന്നു എന്നിരിക്കട്ടെ, അത് താമരയ്ക്ക് മാറ്റുകൂട്ടെന്ന് പറയാം. അതിന്റെ സൗന്ദര്യത്തിന്റെ അഴക് 10 മടങ്ങാക്കി വർദ്ധിപ്പിക്കുക. അത് അതിലൊരു സൂര്യനെ പ്രകാശിപ്പിക്കും. അത് അതിൽ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും എല്ലാറ്റിനെയും അത് പ്രകാശിപ്പിക്കും. നമ്മളെ തന്നെ അത് പ്രകടമാക്കും. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതെല്ലാറ്റിനെയും പ്രകാശിപ്പിക്കും. എന്നിട്ടത് നിലകൊള്ളും. ശങ്കരാചാര്യ സ്വാമികള് ജീവിതം എന്നത് നളിനീദളഗത ജലം അതിതരളം തദ്വജ്ജീവിതം അതിശയ ചപലം വിദ്യുവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം എന്ന് പറയുന്നു. നളിനീദളഗത ജലം അതിതരളം തദ്വത് ജീവിതം. 2 കാഴ്ചപ്പാടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, താമരയിലുള്ള വെള്ളത്തുള്ളി പോലെയാണ് ജീവിതം എന്ന്. കാരണം അത് എപ്പോ വേണമെങ്കിലും താഴേക്ക് വീഴാം. ഒരു കാറ്റ് മതി ധാരാളം. നമ്മുടെയും കാര്യം അങ്ങനെയാണ്. ഒരു കാറ്റ് തന്നെ വേണ്ടി വരില്ല, അല്ലേ? തുമ്മിയതോടുകൂടി ആള് പോയി. തത്വജീവിതം അതിശയം. അതേ സമയത്ത് ഒരു നിമിഷമേ നിലനിൽപ്പുള്ളൂ എങ്കിൽ എങ്ങനെ നിലനിൽക്കുന്നു? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട്. ഇവിടെയാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, മുഹൂർത്തം ജ്വലിതം ശ്രേയ. ഒരു മുഹൂർത്തമേ ഉള്ളൂ, ഒരു നിമിഷം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നിമിഷത്തെ വീണ്ടും കിഴിക്കേണ്ടതുണ്ട്. മുഹൂർത്തം ജ്വലിതം ശ്രേയ. ഒരു മുഹൂർത്തമാണെങ്കിലും അത് കത്തി നിൽക്കുന്നതാണ് ശ്രേയസ്കരം. നതു ധൂമായുധം ചിരം, അല്ലാതെ പുകയുന്നതല്ല എന്ന് പറയും. അപ്പൊ താമരയെ ഭഗവാൻ ഇവിടെ ഉദാഹരിക്കുമ്പം ഒരു ആത്മീയ രീതിയിലുള്ള ജീവിത ചര്യയിലേക്ക് നമ്മെ നയിക്കാൻ, എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാൻ
താമര എന്തുകൊണ്ടും നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു താമരയുടെ ചിത്രം കയ്യിലിരിക്കട്ടെ എന്ന് പറയാം. ബുദ്ധൻ തന്റെ അവസാന കാലത്ത് തികച്ചും വിപരീതമായിട്ടുള്ളൊരു രീതി ബുദ്ധൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുവരെ ബുദ്ധ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകാത്ത ഒരു ദിവസം ബുദ്ധൻ കയ്യിൽ വലിയൊരു താമരപ്പൂവായിട്ട് അങ്ങനെ വന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. ബുദ്ധൻ ആ താമരയും നോക്കി അങ്ങനെ ഇരുന്നു, ഒന്നും പറയാതെ. നിമിഷങ്ങളും മണിക്കൂറുകളും കടന്നുപോയിന്ന ബുദ്ധൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പലർക്കും എന്താ പറയാ വട്ടുപിടിക്കാൻ തുടങ്ങി. ഇതെന്താ ഇങ്ങോട്ട് ഞങ്ങളിത് കാര്യമായിട്ട് വന്നിരുന്ന് ഇല്ലേ, നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കണ്ടുപോയാൽ തന്നെ നമ്മൾ അസ്വസ്ഥരാവില്ലേ. ബുദ്ധൻ അങ്ങനെ ഇരുന്നു താമരയും നോക്കിയിട്ട്. കുറെ കഴിഞ്ഞപ്പോ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ, മഹാകശ്യപൻ എന്നു പേരായിട്ടുള്ള ബുദ്ധന്റെ 16ാമത്തെ എന്തോ ശിഷ്യനാണ്, മഹാകശ്യപൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ബുദ്ധൻ അരികിൽ വിളിച്ചു, അത് കൊടുത്തിട്ട് ബുദ്ധൻ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എന്ന്. കാര്യങ്ങളെല്ലാം മഹാകശ്യപൻ ഗ്രഹിച്ചു ബുദ്ധനിൽ നിന്ന്. താമരയെ വെച്ചുകൊണ്ട് ആ ജീവിതത്തിന്റെ മുഴുവൻ സന്ദേശങ്ങളും ബുദ്ധൻ താമരയെ നോക്കിയിട്ട് മഹാകശ്യപൻ ഓതിക്കൊടുത്തു എന്നാണ്. പക്ഷെ വെറുതെ നമ്മളൊക്കെ ഈ മഹാകശ്യപന്റെയും ബുദ്ധന്റെയും കഥ സ്വാമി പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ ഈ താമരയുടെ ചിത്രം ഉണ്ടാവുമ്പോൾ നിങ്ങളെപ്പോഴും അത് ഓർമ്മിപ്പിക്കും, ഇതാണ് ഞാൻ എന്ന്, ഇതായിരിക്കണം എന്റെ ജീവിതം. അതുകൊണ്ടാണ് നമ്മുടെ ഹൈന്ദവ ഈ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ ദേവീ ദേവന്മാരെ താമരയിൽ ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഇരിപ്പ് തന്നെ ഇതിലായിരിക്കണം, നിസ്സംഗതയിൽ. ഈ നിസ്സംഗതയിലാണ് നാം ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ നാം താഴ്ന്നു പോകും. അതല്ലേ കാളിദാസൻ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചവനാണ്. നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് കാളിദാസൻ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് താഴെ വീണു എന്നൊക്കെ അല്ലേ. അനന്തരം എന്ത് സംഭവിച്ചു, കാളിദാസന്റെ എല്ലൊടിഞ്ഞോ ഇത്യാദി കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി, പലപ്പോഴും പലരും പറയാറുണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്ന്. ആധ്യാത്മിക സന്ദേശങ്ങൾ നിറഞ്ഞ സൂചനയാണ്. ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കേണ്ടത്. നമ്മൾ ഇന്ന് പലയിടത്തും പോയിട്ട് ഇരിക്കുകയാണ്. ഗൃഹസ്ഥൻ ആരാണ്? ഞാൻ ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥനായിട്ടിരിക്കണു, ഞാൻ അതാണ്. എനിക്ക് എന്തിലൊക്കെ ഇരിപ്പുണ്ട്, ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം ഇത്യാദി പലതിലും ഞാൻ ഇരിക്കുന്നു. അതിനെയൊക്കെ മുറിക്കണം എന്ന് പറയാം. അതിനെയൊക്കെ മുറിക്കേണ്ടതുണ്ട്. മുറിച്ചവനായിരുന്നു അദ്ദേഹം എന്ന് പറയാം. അപ്പം അത്യുദാത്തമായ ഒരു പ്രതീകത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു ഭഗവാൻ. ഒരു തരത്തിലുള്ള അടയാളങ്ങളും ഏൽപ്പിക്കാതെ ലോകത്ത് നിലനിന്നുകൊണ്ട് തനതായ താൻ ആവിഷ്കരിച്ച സുഗന്ധത്തെ ചുറ്റുപാടിന് പ്രദാനം ചെയ്തുകൊണ്ട് അതങ്ങനെ നിലകൊള്ളും. എന്നിട്ടോ ലോകത്തിലേക്ക് തന്നെ വിലയിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് താമരയെ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയിരിക്കട്ടെ. താമര അതുകൊണ്ടാണ് ഭഗവാന്റെ കൈകളിൽ ഒട്ടലില്ലായ്മ, താമര നേത്രത്തോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനശ്ലോകം വിചാരം ചെയ്ത സമയത്ത് ഈ താമരയെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുള്ളതാണ്. താമരയുടെ നേത്രം പോലെ എന്ന് പറയുമ്പം ഒട്ടലില്ലായ്മയെ സൂചിപ്പിക്കുന്നു. കൈകളെ താമരയായിട്ട് വിശേഷിപ്പിക്കുന്ന സമയത്ത് എടുക്കുന്നതിലും കൊടുക്കുന്നതിലും സംഘമില്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ മുഴുവൻ ശരീരവും താമരയോട് വമിക്കുന്നു. താമര എന്ന് പറയുമ്പോൾ അതിന്റെ മൃദുലത വെച്ച് താമരയുടെ സൗന്ദര്യം ഒന്നുമല്ല. താമര ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു, ഏതൊരു സന്ദേശത്തെ നമുക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെയാണ് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഒരു താമരപ്പൂ ക്ഷേത്രത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത്, ഒരു താമരപ്പൂ ഒന്നുമല്ല, കൊട്ടക്കണക്കിനാണ് നമ്മൾ കൊടുക്കാറ്. ലാഭത്തിൽ കിട്ടുമ്പോൾ കൊട്ട മേടിച്ച് കൊണ്ടു കൊടുക്കും അല്ലേ. ഓർത്തോളണം, എന്താണ് ഞാൻ, അല്ലെങ്കിലും വാസനകളുടെ പ്രതീകങ്ങളാണ് പൂക്കൾ. അതുകൊണ്ട് ആ പൂക്കളാണ് ഏറ്റവും ബെസ്റ്റ്. വാസനകൾ വൈവിധ്യമാർന്ന ഗന്ധങ്ങളാണത്. നമ്മുടെ വാസനകളും പലതാണെന്ന് പറയാം. ഈ പല വിധത്തിലുള്ള വാസനകളെ ഞാൻ ആ ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. അതിന്റെ പ്രതീകമാണ് വാസന.
അതുകൊണ്ട് പത്മപത്രം ഇവ അംബസ, ഒരു താമരയെ പോലെ നിലകൊള്ള, താമരയെ പോലെ നിലകൊള്ളുന്നവനാണ് സന്യാസി. നാമും ഇങ്ങനെ നിലകൊള്ളേണ്ടവരാണ്. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ നമുക്കതൊക്കെ ആലോചിക്കാവുന്നതാണ്. അപ്പൊ പലരും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വാമിയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാണ്? നിങ്ങൾ ആലോചിക്കുക, ആലോചിച്ചിട്ട് ഇന്നെന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുക. ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിപ്പോ വളരെ ഒരു ഗൗരവമാർന്ന പഠനം തന്നെയാണ്. കാരണം 108 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ ഭഗവത്ഗീത അതിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം നമുക്ക് കിട്ടണം. വെറുതെ ഒരു ശാസ്ത്രം കേട്ട് അത് തലയ്ക്ക് ഭാരമാക്കി വെക്കാൻ ആ ഒരു താല്പര്യത്തോടു കൂടിയല്ല സ്വാമി ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്രായോഗികമാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ സ്വാമിക്കും പണി എളുപ്പമായി പരിപാടി നിർത്താൻ. അതെ, അതുകൊണ്ട് നമുക്ക് നോക്കാം, ആലോചിക്കാം. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തുടക്കത്തിൽ തന്നെ പ്രഭാഷകൻ പറയും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും നമുക്ക് തുടങ്ങാം. അതൊന്നുമില്ല. സ്വാമിജി ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാമിജി തന്നെ അതിന്റെ ഉദാഹരണമായിരുന്നു. സ്വാമിജി പറഞ്ഞ ഇത് എവിടെയും പറ്റാത്തതായിട്ടൊരു സ്ഥലമില്ല. പലരും പറയും, സ്വാമിജി പറയുന്നത് ഗീത പറയാന്നുള്ളത് എളുപ്പമാണ് സ്വാമിന്ന്. ഇല്ലയെന്ന്, ബുദ്ധിമുട്ടാണ് അത്ര. ഗീത പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ വാക്കുകൾ അവിടെ വരില്ല. യത് വാച അനഭ്യുദിതം യേന വാഗ് അഭ്യുദ്യതേ, അതാണ് ബ്രഹ്മം. യൻ മനസ ന മനുതേ, മനസ്സുകൊണ്ട് അതിനെ മനനം ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ അത് ജീവിക്കാം. സ്വാമിജി പറയുന്നത് ഗീതയിൽ ജീവിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ ഗീത പറയാന്നുള്ളതോ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും കാലം പറഞ്ഞ ആളാണ് അത് പറയുന്നത്. പക്ഷെ ജീവിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളതിനെ തിരിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പറയാൻ എളുപ്പമാണ്, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സ്വാമിജി അത് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇന്നൊക്കെ ഈ അടുത്ത ദിവസം ഒരാൾ ചോദിച്ചു, ഈ വ്യാസൻ പലതുണ്ട് എന്ന് പറയുന്നുവല്ലോ, കാരണം ഒരു വ്യാസനെ കൊണ്ട് സാധിക്കുന്നതാണോ ഇത്രയും? 18 പുരാണങ്ങളും മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും മഹാഭാരതവും രാമായണവും, വ്യാസൻ രാമായണവും രചിക്കുന്നുണ്ട്, രാമായണവും അതുപോലെ ബ്രഹ്മസൂത്രം ഇത്യാദി ബൃഹത് ഗ്രന്ഥങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത, അതിനെയൊക്കെ നിർമ്മിച്ചെടുത്ത ഒരൊറ്റ വ്യാസനം ലക്ഷോപിലക്ഷം ശ്ലോകങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞ ഒരാളല്ല. അതുകൊണ്ട് വ്യാസൻ എന്ന പേരിൽ ഒരുപാട് ആളുകളുണ്ട് എന്ന് പാശ്ചാത്യർ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഗവേഷണങ്ങളൊക്കെ വളരെ രസകരമാണ്. 100 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 200 വർഷം കഴിഞ്ഞാൽ അതേ ഗവേഷകന്മാരുടെ സന്തതികൾ പറയും ചിന്മയാനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരാളാവണമെന്നില്ല. കാരണം പല ചിന്മയാനന്ദന്മാരുണ്ടായിട്ടുണ്ട്, അവരൊക്കെയാണ് ഇതൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളത്. കാരണം സ്വാമിജി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ ഇവിടെ നിങ്ങൾക്ക് അത് പൂർണ്ണരൂപത്തിൽ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ചെയ്തു വെച്ചിട്ടുള്ളത്, താൻ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇപ്പൊ വരും ലോകം ചിലപ്പോൾ അങ്ങനെ പറയും. കാരണം അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞതോ വളരെ തുച്ഛം എന്ന് പറയും, വളരെ വളരെ കുറച്ച്. ഒരാൾക്ക് സാധിക്കും ഇത്രയൊക്കെ? കാരണം സാധിക്കും. ഭൗതിക ശാസ്ത്രം പറയുന്നത് നമ്മുടെയൊക്കെ ബുദ്ധിയുടെ ബ്രെയിനിന്റെ എന്തോ ഒരു അംശം നമ്മൾ 1% എന്തോ സാധാരണക്കാരൻ ഉപയോഗിച്ചിട്ടുള്ളൂ അത്ര. ഐൻസ്റ്റീനെ പോലുള്ള മഹാപ്രതിഭ ഉപയോഗിച്ചത് 12.5%. ബാക്കി കിടക്കുകയാണ് അത്രയും ശതമാനം. ഭൗതിക ശാസ്ത്രകാരൻ ഒരിക്കലും ഒരു ബുദ്ധൻ എത്ര പ്രയോഗിച്ചു, രമണൻ എത്ര പ്രയോഗിച്ചു, ശ്രീശങ്കരൻ എത്ര പ്രയോഗിച്ചു എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല. അതതിന്റെ മുഴുവൻ സാധ്യതയെയും പുറത്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ ആവിഷ്കരിച്ച ആളുകളുണ്ട്, ഇല്ല എന്നല്ല. ആവിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എത്രയോ ആളുകളുടേതാണ് നാം ചെയ്യുക, എത്രയോ ആളുകളുടെ നമുക്ക് ചെയ്യാൻ സാധ്യമാണെന്ന് പറയും. അതുകൊണ്ട് ഇത് അപ്രായോഗികം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് പറയാൻ നിങ്ങളെ സ്വാമി ക്ഷണിക്കുന്നു അതിനായിട്ട്. ഈ പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ അധ്യായത്തിൽ ഈ സന്യാസ ഭാവത്തിനാണ്. അതുകൊണ്ട് അത് ഏറെ നന്നായി പറയേണ്ടതുണ്ട്. ഈ സന്യാസത്തോട് പറയുന്ന സ്വാമിക്ക് എല്ലാം പറയേണ്ടി വരും. നിങ്ങൾ
ഇപ്പൊ നിങ്ങൾ ഗീതാ പ്രഭാഷണത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയും, നിങ്ങൾക്കറിയാം ഈ സ്വാമിമാരൊക്കെ ജയിലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാഷായധാരികൾ. അതുകൊണ്ട് ഇത് മുഴുവൻ കാപട്യമാണ്. അത് കേൾക്കേണ്ടി വരുമ്പോൾ വിഷമം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആഴത്തിൽ ഇത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെയൊക്കെ സ്വത്താണ്, ഇതിന് കാഷായത്തിൽ നിന്നപ്പുറത്തൊരു മാനമുണ്ടെന്നും ആ മാനത്തിലാണ് ഞാൻ നിലകൊള്ളേണ്ടതെന്നും അറിയുമ്പോൾ ഈ ആശ്രമ കവാടങ്ങൾക്കൊന്നും ഇവിടെ വലിയ പ്രസക്തിയില്ലാതെയാവും. അങ്ങനെ നമ്മളിത് ചർച്ച ചെയ്യും. ഗാന്ധിജിയെ സംബന്ധിച്ച് ഇത് ഉൾക്കൊണ്ടത് ഒരു ഗുരുവിന്റെ കീഴിൽ പോയിരുന്നിട്ടല്ല. അങ്ങനെ നാം ഇതിൽ നിന്ന് നേരിട്ട് കരുത്ത് ആർജിക്കണം എന്ന് പറയാം. സ്വാമിജി പറയും, പോലീസ് വേഷത്തില്, പോലീസിന്റെ വേഷത്തില് ഒരാള് പോലീസാണെന്ന് പറഞ്ഞിട്ട് വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തി അവരോടൊക്കെ കാശ് പിരിച്ച പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിന് ഉത്തരവാദികളാണോ? അതുപോലെ ഈ വേഷം ഇട്ടിട്ട് പലതും ചെയ്യാം. ഏത് വേഷത്തിൽ ആർക്കെന്താ ചെയ്തുകൂടാത്തത്? നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സലഞ്ഞു പോകും. പെട്ടെന്ന് നമുക്കൊക്കെ എന്തെങ്കിലും ചെറുത് മതി അല്ലേ? പെട്ടെന്ന് നമ്മൾ ആകെ തകിടം മറിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു പുരോഹിതനിലൂടെയും അറിയേണ്ടുന്നതല്ല ഈ ശാസ്ത്രം. പറയാൻ നമുക്കിപ്പം മനസ്സിലാവാൻ ഇപ്പോ പല വിഷയങ്ങളും നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടല്ലോ, അറിയാൻ സഹായിക്കുന്നു. പിന്നെ അവിടെ നമ്മൾ സ്വതന്ത്രരാണ്, അറിയാൻ മോചിതരാക്കുക. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ കാര്യത്തില് നിങ്ങൾ യാതൊരു വിധത്തിലും നിങ്ങൾ ഒരാളും തന്നെ ഒരു ട്രാപ്പിൽ വീണു പോകരുത്. ഒരു ട്രാപ്പ് നമ്മൾക്ക് നേരിട്ട് ഇതിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം. പറയുന്ന സ്വാമിയോടോ അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കോൺട്രാക്റ്റും ഇവിടെ വേണ്ട. ഏതിലെങ്കിലുമൊക്കെ പെട്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പലരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് അതിനൊരു പുലച്ചില. പിന്നെ പറയുന്നു, സ്വാമി ഇപ്പൊ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണല്ലോ അല്ലേ? ആധ്യാത്മികതയ്ക്ക് ഭയങ്കര തിക്കും തിരക്കുമായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ശുഭകരമായിട്ടുള്ള കാര്യമാണോ? എന്താണ് ആധ്യാത്മികത എന്ന് അവരുദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. നേരിട്ട് നിങ്ങൾ ഇതിലേക്ക് വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. യഹ കർമാണി ബ്രഹ്മണി ആദായ, ഏതൊരുവനാണ് അവന്റെ കർമ്മങ്ങളെ മുഴുവൻ പരമമായ ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുന്നത്. നമുക്ക് ഭഗവാൻ എപ്പോഴും പറയുന്നത് അങ്ങനെയാ. ഭഗവാൻ അർജുനനെ കൊണ്ടുപോകുന്നതും അങ്ങനെയാ, സ്വതന്ത്രനായി നിലകൊള്ളാൻ വേണ്ടി. ഈ ഗീത മുഴുവൻ ഉപദേശിച്ച് അവസാനം പറയുന്നത് യഥേച്ഛസി തഥാ ഗുരുന. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം എവിടെയും കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. ഏതൊരുവനാണ് അവന്റെ കർമ്മങ്ങളെ മുഴുവൻ പരമമായ ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുന്നത്. നമുക്ക് ഭഗവാൻ എപ്പോഴും പറയുന്നത് അങ്ങനെയാ. ഭഗവാൻ അർജുനനെ കൊണ്ടുപോകുന്നതും അങ്ങനെയാ, സ്വതന്ത്രനായി നിലകൊള്ളാൻ വേണ്ടി. ഈ ഗീത മുഴുവൻ ഉപദേശിച്ച് അവസാനം പറയുന്നത് യഥേച്ഛസി തഥാ ഗുരുന. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം എവിടെയും കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. എവിടെയാണ് സമർപ്പിക്കേണ്ടത്? ഈ വിശ്വത്തിന് മുഴുവൻ നിദാനമായ ആ സദ്വസ്തുവിൽ, ആ ബോധസ്വരൂപനില്. എന്നിട്ടോ സംഘം ത്യക്ത്വ, ഒന്നിനോടും വേണ്ട ഒരു സംഘവും. അയ്യോ സ്വാമി അങ്ങനെയൊക്കെ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞേ, അതാണ് അതിന്റെ. എത്രയോ വർഷം കാത്തിരുന്നുണ്ടായ ഒരു കുട്ടിയാ. ഈ കുട്ടി ജനിച്ചതോടുകൂടി എന്താണ് അല്ലേ? ആ കുട്ടിയെ വിട്ട് അമ്മ ഉറങ്ങാൻ പോകുന്നില്ലേ? ഇല്ലേ? ഈ ഉറക്കത്തിലേക്ക് അമ്മയ്ക്ക് പ്രവേശിക്കണമെങ്കിൽ ഉപേക്ഷിക്കേണ്ട ഇതിനെ മുഴുവൻ. അയ്യോ ഇത് ഞാൻ ഉറങ്ങിപ്പോയ കുട്ടിയുടെ കാര്യം എന്താവും, അതുകൊണ്ട് ഞാൻ ഉറങ്ങാതിരിക്കാം. എത്ര കാലം? ഒരു ദിവസമൊക്കെ. ഉറങ്ങുന്ന നിദ്രയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇതിനെ മുഴുവൻ നാം ഉപേക്ഷിക്കും. ഇത്തരത്തിലൊരു പ്രവേശനമാണ് സന്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിലേക്കുള്ള അവിടെ തെക്ത്വ. കുട്ടിയെ നാം ശരിക്കും വാസ്തവം പറഞ്ഞാൽ നമ്മൾ ത്യജിക്കുന്നുണ്ടോ? നിദ്രയിൽ നാം എല്ലാറ്റിനെയും ഉപേക്ഷിക്കുന്ന സമയത്ത് ഇല്ല. നാം നമ്മുടെ കാരണത്തിലേക്ക് ആഴ്ന്നിറങ്ങുക. ഇതുപോലെയാണ് ബ്രഹ്മണി ആദായ എന്ന് പറയുമ്പോൾ.
യഹ കരോതി, യാതൊരുവനാണോ ചെയ്യുന്നത് അവൻ താമര പോലെ നിലകൊള്ളുന്നു. തുടർന്നു കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈഃ ഇന്ദ്രിയൈഃ അപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയേ. യോഗിനഃ, യോഗികൾ. ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാമിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും ഉള്ള അപേക്ഷ നമ്മളെ തന്നെയാണ്. നാം ലക്ഷ്യമായി കാണേണ്ടുന്ന, ലക്ഷ്യമെന്നല്ല എന്നെ തന്നെ, എന്നെയാണ് ഈ പറയുന്നത്. ഈ പറയുന്ന എന്നിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ. യോഗി എന്ന് പറയുമ്പോൾ കമണ്ഡലവും ആ മെലിഞ്ഞ ശരീരവും ഈ വാരിയെല്ലുകൾ മുഴുവൻ കാണാൻ പാകത്തിനുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അപ്പൊ അവിടെ ബ്ലോക്കായി എന്ന് പറയാം. കാരണം ഭഗവാൻ ഉപയോഗിച്ച ഈ ഭാഷ അന്ന് വളരെ ലളിതമാണ്, സർവ്വസാധാരണമായിട്ടുള്ളതാണ്. പിന്നീട് ഇതിന്റെ വലിയ വലിയ ഭാവങ്ങളെ ചിത്രകാരന്മാർ ചിത്രീകരിച്ച സമയത്ത് നമ്മുടെ മനസ്സിൽ നമുക്കൊരിക്കലും പ്രാപിക്കാൻ പറ്റാത്ത അപ്രാപ്യമായ എന്തോ ഒരു ജീവിത ശൈലിയാണ് ഇതെന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭഗവത്ഗീതയിലൂടെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമായി വന്നത്. യോഗി എന്നൊക്കെ പറയുമ്പോൾ അയാളൊരു യോഗിയാണ് എന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ ഉണ്ടാവും? ഏകദേശം നല്ല നീണ്ട, വളരെ മെലിഞ്ഞ്, അങ്ങനെ നല്ല താടിയൊക്കെ അങ്ങനെ നീണ്ട്, അതാണ് യോഗി. ഇവിടെ ഒരു രുദ്രാക്ഷത്തിന്റെ അത്, പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഒരു സാധനം അത്, പിന്നെ വെള്ളം, അങ്ങനെയുള്ള ഒരാളാണ്. ഏതു നേരം ഓം ശാന്തി, അതേ അദ്ദേഹത്തിന് അറിയൂ പറയാം, ഓം ശാന്തി. അങ്ങനെ ഒരു പ്രത്യേക ജീവി, ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവി. നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരാളായി തീരാൻ? ഇവിടെ ആ രീതിയിലല്ല. ഭഗവത്ഗീത പറയുമ്പം ഭഗവത്ഗീത അതിന്റെ എന്താ പറയാ, ഈ വക കാര്യങ്ങളെയൊക്കെ സ്പർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു ഉപനിഷത്തില് ഗുരു ശിഷ്യനോട് പറയുന്ന രീതി വേറെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കുക, നമ്മുടെ കർമ്മത്തിന്റെ, നിങ്ങൾക്ക് ആ ലിങ്കുകളൊന്നും വിടാൻ പാടില്ല. അതുകൊണ്ടാണ് സ്വാമി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. കർമ്മത്തിന്റെ ഏറ്റവും ഉഗ്രമാർന്ന രൂപം, കർമ്മം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോയി എത്തി നിൽക്കുന്നത് യുദ്ധത്തിലാണ്. അതിന്റെ അപ്പുറത്തൊരു വിവാദ കർമ്മമില്ല. അവിടെ നിന്നിട്ടാണ് ഈ ശാസ്ത്രം പറയുന്നത്, അത് ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കർമ്മം ഇനിയും ആയിട്ടില്ല, അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇത് എത്ര നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നതാണ്. നമുക്കിപ്പോ നമ്മളെ മുൻപിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. താത്വികമായിട്ടുള്ള ചിന്തകൾ മുഴുവൻ വിട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുൻപിൽ നമുക്ക് കൊല്ലാനായിട്ട് കുറച്ച് ആളുകളെ കൊണ്ടുവച്ചിരിക്കുക. ആരൊക്കെയാണ്? വല്യച്ഛന്മാരും ഗുരുക്കന്മാരും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ. എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം? ഇതാണ്. ഇന്ന് ആ പ്രശ്നം നമുക്കുണ്ടോ? ഉണ്ട്. കുറച്ചൊക്കെ ചിലരെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുണ്ട്. ഇല്ല. ആലോചിക്കുക, ആ ഒരു കണക്ഷൻ ഒന്നും വിട്ടുപോകാതിരിക്കട്ടെ. ഉപനിഷത്തിന്റെ രീതി അതല്ല. ഉപനിഷത്ത് കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമി തന്നെ വേറെയാണ്. അത് പ്രശാന്ത സുന്ദരമാണ്. ഒന്ന് പ്രക്ഷുബ്ധമാണെങ്കിൽ ഒന്ന് പ്രശാന്ത സുന്ദരമാണ്. അതുകൊണ്ടാണ് ഇതിനെ വിപ്ലവം എന്ന് പറയുന്നത്. അതായത് പുതിയ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നു എന്ന് പറയുക. അതുകൊണ്ട് യോഗിനഹ എന്ന് കേൾക്കുമ്പം ഞാൻ എന്നെ തന്നെയാണ്. ആ രണ്ടാം ശൈശവത്തിന് കാത്തിരിക്കുന്ന ഞാൻ. ഇപ്പൊ ഞാൻ ആരാണ്? 108 ദിവസം ഗർഭസ്ഥ ശിശുവാണ്. ഗീതയാകുന്ന ആ പോഷകങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജനിക്കും. അങ്ങനെ ഓർത്തോളൂ. യോഗിനഹ എന്നെ തന്നെ. സംഘം ത്യക്ത്വ, സംഘത്തെ വിട്ട്. സംഘം ത്യക്ത്വ എന്ന് പറയുമ്പം ഓർമ്മയിരിക്കട്ടെ, അപ്പുറത്ത് നിലകൊണ്ട്. ത്യക്ത്വ എന്ന് പറയുമ്പം എതിരായിട്ട് എന്നല്ല. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എതിരായിട്ട് എന്ന്. എതിരായിട്ടല്ല. എതിരായി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ലോകത്തിൽ എന്തിനോടെങ്കിലും എതിരായാൽ നിങ്ങൾക്കൊരിക്കലും ഈശ്വരനെയോ സത്യത്തെയോ പ്രാപിക്കാൻ, മനസ്സിലാക്കാൻ സാധ്യമല്ല.
ഒരു പടി കൂടെ മുകളിൽ. അതുകൊണ്ട് തെക്വ എന്ന് പറയുമ്പോൾ താമര ഓർമ്മ വേണം. താമര നിലകൊള്ളുന്നതേ അങ്ങനെയാണ്. സംഘം തെക്വ, ഉപേക്ഷിച്ചിട്ട് ശബ്ദത്തിന്റെ അർത്ഥം പറയുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ആത്മശുദ്ധയെ ആത്മശുദ്ധിക്കായിക്കൊണ്ട്, ആത്മശുദ്ധി എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ തന്നിൽ പറ്റിപ്പിടിക്കാതെ, അതായത് നമ്മുടെ പ്രകൃതിയാണ് ദൈവം എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ തന്നെ സഹജമായ ഭാവം, അതാണ് ഈശ്വരൻ. അല്ലാത്തതുമായി നാം താദാത്മ്യം പ്രാപിക്കുമ്പോഴാണ് അസ്വസ്ഥതകൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ അല്ലാതിരിക്കുന്നു. അതാണ് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് വലിഞ്ഞു കയറി വരുന്ന ചിന്തകളുമായി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുമായിട്ട് താദാത്മ്യം പ്രാപിച്ച് നാം നമ്മുടെ സ്വസ്ഥതയെ, സ്വസ്ഥത എന്ന് പറയുന്നത് തന്നെ സ്വസ്മിൻ സ്ഥീയതേ ഇതി ഭാവഃ, ഞാൻ എന്റെ പ്രകൃതത്തിൽ ഇരിക്കുക. എന്റെ പ്രകൃതത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്? എന്റെ പ്രകൃതമല്ലാത്തതുകൊണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുള്ള്, തൊട്ടാവാടിയുടെ ഒരു മുള്ള് കയറിക്കഴിഞ്ഞാൽ ആ മുള്ളിനെ ശരീരം സ്വീകരിക്കില്ല. ശരീരം അതിനെ റിജക്റ്റ് ചെയ്യും. എനിക്ക് അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ്? ഞാൻ ശാന്തനാണ് എന്നുള്ളത് തന്നെ. ഞാൻ അസ്വസ്ഥനായിരുന്നുവെങ്കിൽ എല്ലാ അസ്വസ്ഥതകളും എനിക്ക് ശാന്തിയും സമാധാനവും തരുന്നതാവണം. ഞങ്ങൾക്ക് മനസ്സിലാവാൻ വിഷമമില്ലല്ലോ. എന്റെ പ്രകൃതം അശാന്തമായിരുന്നുവെങ്കിൽ ലോകത്തിലെ അശാന്തിയെല്ലാം എനിക്ക് ശാന്തിയെ തരുന്നതാണ്. ഞാൻ ശാന്തനാണ്, ഞാൻ ആനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്താ പറയുന്നത്? നമ്മുടെ സഹജഭാവം, നമ്മുടെ തന്നെ സ്വരൂപത്തെ നാം മറക്കാതിരിക്കൂ. എന്നിട്ടോ താൽക്കാലികമായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ആഗമാപായിന അനിത്യാഹ താൻ തിദിക്ഷസ്വ. വലിഞ്ഞു കയറി വരുന്ന ചിന്തകളുമായി താദാത്മ്യം പ്രാപിച്ച് ഇതാണ് ഞാൻ എന്ന് പറയാതിരിക്കൂ. അവിടെയാണ് സ്വാമി പറഞ്ഞത്, ആതിഥേയനായിട്ടിരിക്കുക, കണ്ണാടിയെ പോലെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുക, ഒന്നും സ്വീകരിക്കാതിരിക്കുക, വരുന്ന അതിഥികളെ സൽക്കരിക്കുക, പറഞ്ഞയക്കുക. ചിന്തകളെല്ലാം അതിഥികളാണ്. ഒരു ചിന്തയുമായി താദാത്മ്യം പ്രാപിക്കേണ്ട. ഏറ്റവും കൂടുതൽ കാലം വെച്ച് പൊറുപ്പിക്കാവുന്ന ചിന്ത മരണവുമായി ബന്ധപ്പെട്ടതാണ്. അതും കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മരണം. അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്, അലട്ടുന്നതാണ്. അതും അതിന്റെ അടിയന്തരം ഇത്യാദി കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ വിട്ടയക്കണം. എല്ലാവർക്കും സദ്യയും കൊടുത്ത് പായസവും കൊടുത്ത് നിങ്ങൾ പിന്നെ അതിൽ നിന്ന് നിങ്ങൾ മോചിതരാകണം. ഏറ്റവും കൂടുതൽ കാലം എന്ന് പറഞ്ഞാൽ 16 ദിവസം, അത്രയേ ഉള്ളൂ അതിനും സ്ഥാനം. അതുകൊണ്ട് നമ്മുടെ സ്വസ്ഥതയെ നമ്മുടെ പ്രകൃതത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറരുത്, അല്ലെങ്കിൽ മറ്റൊന്നായി വീഴരുത് എന്ന് പറയാം. അതിനെയാണ് ആത്മശുദ്ധി എന്ന് പറയുന്നത്. ആത്മശുദ്ധിക്കായിക്കൊണ്ട് കായേന, കായം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സാമ്പാർ കായമല്ല, ശരീരം എന്നാണ്. കായേന, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടാ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? ഈ 3 കേന്ദ്രങ്ങളിലാണ് അജ്ഞാനം നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു. ഈ അധ്യായം ഇങ്ങനെ തന്നെ പറഞ്ഞാലേ ആ പഴയതിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇങ്ങനെ വരണം. അസ്യ അധിഷ്ഠാനം ഉച്യതേ. കസ്യ, ആരുടെ? അജ്ഞാനത്തിന്റെ ഇരിപ്പിടങ്ങളാണ് ഈ 3 തലങ്ങള്. ഈ 3 തലങ്ങളിൽ എങ്ങനെയിരിക്കുന്നു? അഗ്നി ചാരത്താൽ മറയപ്പെട്ടതുപോലെ, കണ്ണാടിയിൽ അഴുക്കു പിടിച്ചതുപോലെ, ഗർഭസ്ഥ ശിശു ഒരു ചർമ്മത്താൽ ആവരണം ചെയ്യപ്പെട്ടതുപോലെ. അപ്പൊ ഇതിനെ ഇന്ദ്രിയ മനോബുദ്ധി തലത്തിൽ നിന്ന് നീക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ പറയുമ്പോൾ ഭഗവാൻ പറയുന്നു, കായേന, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ടും, കേവലൈഹി എന്ന് പറഞ്ഞാൽ കേവലങ്ങളായിട്ടുള്ള വെറും രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള ഇന്ദ്രിയൈഹി അഭി, ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മ കുർവന്തി, കർമ്മത്തെ ചെയ്യുന്നു. അപ്പൊ അവനിൽ വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവൻ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു.
അവനിലുള്ളതെന്താ? യാതൊരു വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും അവൻ വശംവദനാകുന്നില്ല. കർമ്മങ്ങൾ അനുസ്യൂതം അവനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കർമ്മത്തിലും അവന് സംശയങ്ങൾ ഉണ്ടാകുന്നില്ല. അഹങ്കാരമാണ് കർമ്മത്തിൽ സംശയത്തെ ജനിപ്പിക്കുന്നത്. ഞാനുമായി ചേർക്കുമ്പോഴാണ് എനിക്ക് കർമ്മത്തിൽ സംശയം ഉണ്ടാകുന്നത്. തുടർന്ന് യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തഃ നിബധ്യതേ. യുക്തഃ, യുക്തൻ എന്ന് പറഞ്ഞാൽ സമചിത്തൻ, ചിത്തം സമമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ മനസ്സ് പലതിലും വ്യാപരിക്കാതിരിക്കുക. നമുക്ക് മനസ്സ് ഈ പലതിലും വ്യാപരിക്കുമ്പോൾ നമുക്ക് ശാന്തി കിട്ടുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമുക്കിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, നമ്മളിവിടെ ഇരുന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്നു ഒരു മൊബൈൽ ഫോൺ ആരുടെങ്കിലും അടിച്ചു, അല്ലെങ്കിൽ ഒരു SMS വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാന്തി പോകും. ശരിയാണത്, പോകുന്നുണ്ട്. എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആദ്യ ചിന്ത? ഈ സ്വാമി എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ ആളുകൾ, ഇല്ലേ? ഇത് ശരിക്കും ഒരു കഷ്ടമായിട്ടുള്ള കാര്യം തന്നെ. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുക. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല പറയേണ്ട ഭാഷ വേറെയാണ്. സ്വാമി നിങ്ങളുടെ മനസ്സ് വായിക്കുകയാണ്, ശരിയായിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാക്കുന്നു? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആരുടെയാണ് ശാന്തി പോകുന്നത്? SMS വന്ന ആളുടെയോ നമ്മുടെയോ? SMS ചിലപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള SMS ആയിരിക്കും. അയാളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മൂപ്പരിങ്ങനെ വളരെ സന്തോഷവാനാവുമ്പം അത് കാണുകയും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലോ പറയും വേണ്ട, അല്ലേ? നമ്മുടെ ടെമ്പർ കൂടും, നമ്മുടെ പല്ലിന്റെ അഗ്രം തേയും. കാരണം ഇതിങ്ങനെ കടിച്ച് എല്ലാ കാര്യത്തിലും നമ്മൾ അനാവശ്യമായി മറ്റുള്ളതിലേക്ക് നമ്മളിങ്ങനെ തലയിട്ടുകൊണ്ടിരിക്കുന്നു. ഉപനിഷത്തിൽ പറയുന്നു, പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാം പശ്യതി ന അന്തരാത്മൻ. എന്തുകൊണ്ടാണ് ഇവൻ അന്തരാത്മാവിനെ കാണാത്തത്? ഇവന്റെ കണ്ണും കാതും ഒക്കെ പുറത്തേക്ക് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഒരു കുരങ്ങൻ ഇങ്ങനെയാണ്, ഒരു കുരങ്ങൻ ഇങ്ങനെയാണ്, ഒരു കുരങ്ങൻ ഇങ്ങനെയാണ്, അല്ലേ? പക്ഷെ ഇന്ന് വിപരീതമായിട്ട് 3 കുരങ്ങന്മാര് ഈ അടുത്ത കാലത്തല്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുരങ്ങൻ ബൈനോക്കുലർ വെച്ചിട്ട്, ഒരു കുരങ്ങൻ ഇയർഫോൺ വെച്ചിട്ട്, ഒരു കുരങ്ങൻ മൈക്രോഫോൺ വെച്ചിട്ട്. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാ പോകും, നേരെ വിരുദ്ധമാകുന്നു എന്ന് പറയും. അതുകൊണ്ട് എങ്ങനെയാണ് എന്റെ ശാന്തി പോകുന്നത്? പോകുന്ന ഇടം ഇതൊക്കെയാണ്. അപ്പൊ അതിന് കാരണം എന്താണ്? ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പൊ ഒരാള് ചുമക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തോന്നും, ഇവർക്കൊക്കെ വീട്ടിലിരുന്നൂടെ, എന്തിനാ വന്നിങ്ങനെ ഇവിടെ ഇരുന്ന് ചുമക്കുന്നത്? അതേസമയം ഒരു കാക്ക കരഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാറുണ്ടോ? എന്തിനാ ഇപ്പൊ കാക്ക കരഞ്ഞത്? കാക്കയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു ബസ്സിന്റെ ഹോൺ തന്നെ 5 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം അസ്വസ്ഥരാകും. എന്തിനാ ഇയാൾ ഇങ്ങനെ ഹോൺ അടിക്കുന്നത് എന്ന്. ചില സമയത്ത് നമ്മുടെ വീട്ടിലെ നായ എങ്ങനെ കുറയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പരിചയമായതുകൊണ്ട് എന്താണാവോ അതിനെന്തോ പറ്റിയിട്ടുണ്ട് എന്ന രീതിയിൽ. അപ്പൊ നമ്മുടെ ശാന്തി പോകുന്നത് നമ്മുടെ മനസ്സ് മറ്റൊന്നിൽ പോയി വ്യാപരിക്കുക. അതിന്റെ വ്യാപാരം എങ്ങനെയാണ്? അതിന് 2 അറിയാം. അതുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ പറഞ്ഞത്, 2 അറിയാം. ഒന്ന്, അത് കേട്ട് കേവലം ശബ്ദം മാത്രമായി സ്വീകരിക്കുന്നതും അറിയാം. അതേസമയം ആ ശബ്ദബീജികളോട് സംഘം പുലർത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന അശാന്തി. പല ശബ്ദങ്ങളുണ്ട്. ഒരു കാറ്റ് വരുന്ന സമയത്ത് ഇലകളെല്ലാം കൂടെ നീങ്ങുന്ന ശബ്ദം നമുക്ക് അലോസരങ്ങൾ സൃഷ്ടിക്കാറില്ല. അത്ര ശബ്ദം വേണ്ട, വളരെ കുറച്ച് ശബ്ദത്തിൽ ആരെങ്കിലും സംസാരിച്ചാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. 2 ശബ്ദബീജികളല്ലേ? അതെ, ശബ്ദബീജികളാണ്. 2 കർമ്മപുടത്തിൽ പതിച്ച രീതി. ഒന്നിന് പ്രത്യേക രീതിയും ഒന്നിന് വേറൊരു രീതിയുമാണോ? അല്ല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഭാവങ്ങൾ ഉണ്ടായി?
ഞാൻ പ്രതികരിച്ചത്, ഞാൻ സ്വീകരിച്ചത് അങ്ങനെയാണ്. ഒന്ന് ഞാനിനെ ചേർത്ത് ഞാൻ സ്വീകരിച്ചു. ഞാനൊരാളിവിടെ ഇരിക്കുന്നുണ്ട് എന്നും, ഇല്ലേ? അങ്ങനെ ഇരിക്കുമ്പം മറ്റുള്ളവർ എന്നെ അറിയാതെ, അങ്ങനെയാണ് കോടതിയിൽ രണ്ട് വക്കീൽമാര് തമ്മിൽ ഭയങ്കര ചണ്ട. കോടതി കഴിഞ്ഞ ഉടനെ ആ ജഡ്ജ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ വക്കീൽ മറ്റേ വക്കീലിനെ പറഞ്ഞു, താനൊരു കഴുതയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പ്രധാന ജഡ്ജ് തട്ടിയിട്ട് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നത് ഓർമ്മ വേണം. തമാശ മാത്രമാണ് പറയാം, തമാശയായിട്ടെടുത്താണ്. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു, ഞാനൊരു പ്രധാനപ്പെട്ട ആളാണ്, എനിക്കിതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് നീ ആരാണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളാണ് നമുക്ക് ശാന്തി പോകുന്നത്. അതുകൊണ്ടാണ് രമണ മഹർഷിയുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കണം. എന്താ, എനിക്കതിലൊന്നും ഞാൻ കാണുന്നില്ല, ഞാൻ ബ്രഹ്മം മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളൊരു മഹാത്മാവിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോൾ അദ്ദേഹം നിശ്ചലനായി അതങ്ങനെ ഇരുന്ന് കേൾക്കും, വളരെ സന്തോഷമായിട്ട്. നമ്മുടെ കൂടെ കരയൊന്നുമില്ല. കൂടെ കരയുന്നവരെ അടുത്ത് നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കും. കൂടെ കരയുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ സാധ്യമല്ല. ഭഗവാൻ ഒരു ചെറു ചിരിയോടുകൂടി ഇത് തുടങ്ങി എന്ന് പറയുന്നത് അതാണല്ലോ, അതിന്റെ ഭഗവത്ഗീതയുടെ മർമ്മം തന്നെ അതാണ്. അർജുനൻ എത്രത്തോളം അസ്വസ്ഥ ചിത്തനായോ ഭഗവാൻ നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു തലത്തിലാണ് നിലകൊണ്ടത്. പ്രഹസന്നിവ ഭാരത, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം താൻ അവതരിപ്പിച്ച വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും തന്നെ താനെ ഒരല്പം പോലും സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ സ്വാധീനിക്കാതെ നിലകൊണ്ടാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റൂ. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ, കുട്ടി മകള് ഭർത്താവിന്റെ വീട്ടിൽ പോയി അവിടെ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയായി തിരിച്ചു വന്നിട്ട് അമ്മയോട് അവൾ അങ്ങോട്ട് കരഞ്ഞു പറയാൻ തുടങ്ങി. അപ്പൊ അമ്മയും കരയാൻ തുടങ്ങി. കൂട്ടക്കരച്ചില്. ആ കൂട്ടക്കരച്ചിലിൽ നിന്ന് അമ്മ കൊടുക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ പോകുന്നതാണ്. അപ്പൊ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അമ്മയ്ക്ക് ഇത്രയേ പറയാൻ പറ്റുള്ളൂ, മോളെ നീ ഇങ്ങോട്ട് പോരി, നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ ഇങ്ങോട്ട് വിളിക്കാം, അവനെ ഇവിടെ നിർത്താം. അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ഏതായാലും ഭാഗിക്കണല്ലോ, നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾ വീട് വെച്ച് താമസിക്കൂ. എന്തിനാ തള്ളയുടെ ഉപ്പും എന്താ അതും ഇതും എന്താ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില പ്രയോഗങ്ങള്. അതൊക്കെ കേൾക്കാൻ നീ പോണ്. എന്റെ മോള് അതിനൊന്നും അങ്ങനെ, നിന്നെ ഇതുവരെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ കുഴപ്പമാണ് ഇത് തകരാറൊക്കെ. ഇങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധ്യമാണോ? ഒരിക്കലും അല്ല എന്ന് പറയും. ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അത് പിതാവാണെങ്കിലും മാതാവാണെങ്കിലും ഒക്കെ. ഈ ഒരു നിസ്സംഗത, കാരണം ഒരു ഉയർന്ന നിലവാരത്തിലുള്ള നിൽപ്പ്, അത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങളൊരു മഹാത്മാവിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോൾ അദ്ദേഹം നിശ്ചലനായി അതങ്ങനെ ഇരുന്ന് കേൾക്കും, വളരെ സന്തോഷമായിട്ട്. നമ്മുടെ കൂടെ കരയൊന്നുമില്ല. കൂടെ കരയുന്നവരെ അടുത്ത് നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കും. കൂടെ കരയുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ സാധ്യമല്ല. ഈ ഒരു നിസ്സംഗത, കാരണം ഒരു ഉയർന്ന നിലവാരത്തിലുള്ള നിൽപ്പ്, അത് വലിയൊരു അത്ഭുതമാണ്. സ്വാമി തിലക് എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയാം, അദ്ദേഹം ഒരുപാട് സഞ്ചരിച്ച ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു എച്ചിൽ കൂനയിൽ ഒരു സ്കെൽട്ടനായിട്ടുള്ള ഒരാള് വിശന്ന് അങ്ങനെ എരിപൊരി കൊണ്ടുകൊണ്ട് എച്ചിലുകൾ ഇങ്ങനെ തിരയാണ്. അങ്ങനെ എച്ചിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക. ഒന്നിലും ഒന്നുമില്ല. അങ്ങനെ ഇല ഇങ്ങനെ മാറ്റിയിടുന്നുണ്ട്. ഒരു ഇലയിൽ ഒരു ഉരുള കിട്ടി. കുറച്ച് എല്ലാം കൂടെ അങ്ങനെ എടുത്തിങ്ങോട്ട് അതെങ്ങനെ കഴിക്കാൻ പോകുമ്പോഴാണ് ഈ എച്ചിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് അയാൾ വിശന്നിട്ട്. അപ്പൊ ഇന്ന സമയമാകുമ്പോ ആ എച്ചിൽ അവിടെ കൊണ്ടിടും, എല്ലാ വാഴയുടെ ഇല എല്ലാം കൂടെ ആയിട്ട്. അപ്പൊ അതിന് കാത്തിരിക്കുക, ഇപ്പൊ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ എല്ലാം കൂടെ അടിച്ചു തുടച്ച് ഒന്നും എടുക്കുമ്പോഴേക്കും ദൂരെ നിന്ന് നായയും കൂടെ വരുന്നുണ്ട്. അവനും ഇതിന്റെ തുല്യ അവകാശിയാണ്. എടുക്കാൻ നേരത്താണ് നായയ്ക്ക് ഒരു വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള നോട്ടം നായ ഇയാളുടെ ഇതിലിങ്ങനെ വാലാട്ടിയിട്ട് നോക്കി. ഉടനെ അയാൾ എന്ത് ചെയ്തു, ഇത് അതിനങ്ങോട്ട് കൊടുത്തു.
എന്നിട്ട് അതിനെ തലോടി കൊടുത്തു. അപ്പൊ കണ്ടു നിന്ന ഇദ്ദേഹത്തിന് തോന്നി, നീ എന്തൊരു വിഡ്ഢിയാണോ, നിനക്കോ വിശന്നിട്ട് ഇരിക്കുകയാണ്, ആ സമയത്ത് നീ നായയാണ് ഊട്ടേണ്ടത്, നീ നിന്റെ ആഹാരം ആഹരിക്കൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ, ആ എന്താ കൂമ്പാരത്തിൽ കൂമ്പാരത്തിൽ ഇരുന്ന ആള്, അത് നായയാണ്, ഞാൻ നായയല്ല, അതൊരിക്കലും ഷെയർ ചെയ്യാറില്ല, പക്ഷെ ഞാൻ മനുഷ്യനല്ലേ, എനിക്ക് ഷെയർ ചെയ്തേ പറ്റൂ. അപ്പൊ അദ്ദേഹം അവിടെ സ്വാമി തിലക് പറയുന്നു, ഞാൻ അവിടെ തല കുനിച്ചു എന്ന് പറയാം. നമ്മൾ ചിലപ്പോൾ എച്ചിൽ കൂനയിലാണ് ഇങ്ങനത്തെ രത്നങ്ങൾ കണ്ടെത്തുക. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ഉരുളയാണെങ്കിലും അത് തനിക്ക് അവകാശപ്പെട്ടതുപോലെ മറ്റൊരുത്തനും കൂടെ അവകാശപ്പെട്ടതാ. ആ സമയത്ത് ഞാൻ കൊടുക്കുന്ന സമയത്ത് അവനേക്കാൾ ഞാൻ ഉയരുകയാണ് ചെയ്യുന്നത്. അവിടെ അഹങ്കാരമൊന്നുമില്ല എന്ന് പറയാം. ഈ അഹങ്കാരിയായിട്ടുള്ള ഇവൻ വിചാരിക്കണു ഇവൻ വിട്ടി, ഇവന്റെ വിശപ്പല്ലേ തീർക്കേണ്ടത്, അല്ലാതെ അവൻ നായിക്ക് കൊടുക്കണോ? അതുപോലെ നിങ്ങളെക്കുറിച്ച് വേറൊരു കമന്റ്സ് ഉണ്ടാവും. എന്താണെന്നറിയോ, വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതെ പോയിരുന്ന് ഗീത കേൾക്കണു, ആദ്യം വീട്ടിലെ കാര്യം നടക്കട്ടെ. ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണെന്ന് മനസ്സിലാക്കുക. യുക്ത കർമ്മഫലം ത്യക്വ നൈഷ്ഠികീം. യുക്ത എന്ന് പറഞ്ഞാൽ സമചിത്തൻ. ശ്ലോകം ചൊല്ലിയല്ലോ അല്ലെ, 12ാമത്തെ. യുക്തൻ എന്ന് പറഞ്ഞാൽ സമചിത്തനായിട്ടുള്ള, ചിത്തത്തിന് സാമ്യം വന്നിട്ടുള്ള അവൻ കർമ്മഫലം, കർമ്മഫലത്തെ ത്യക്വ ഉപേക്ഷിച്ചിട്ട് നൈഷ്ഠികീ. നൈഷ്ഠികി എന്ന് പറഞ്ഞാൽ ആ നിഷ്ഠയിൽ നിന്നുണ്ടായ സമാധി എന്നൊക്കെ പറയല്ലോ, ഈ വിചാരത്തിലൂടെ ശ്രവണ മനനാനന്തരം കൈവരിച്ച സിദ്ധിയിലൂടെ ശാന്തിം ആപ്നോതി, ശാന്തിയെ പ്രാപിക്കുന്നു. അവന് അശാന്തി ഉണ്ടാവുന്നില്ല എന്ന് പറയാം. അശാന്തിക്ക് നിദാനമായിട്ട് ഇതൊക്കെയാണ് കാരണങ്ങൾ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ശാന്തി പോകുന്നുവെങ്കിൽ നാം അയൽവക്കത്തേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴേ പരിശീലിക്കണം. പരിശീലിച്ചേ മതിയാകും. ഓരോരുത്തരെ സ്വതന്ത്രരാക്കാൻ നാം ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഗീതയുടെ ഏറ്റവും വലിയ മർമ്മം അതാണ്, നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഓരോരുത്തരും സ്വതന്ത്രരാണ്, ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല. വീട്ടിലെ കുട്ടിക്ക്, മകനാവട്ടെ മകളാവട്ടെ, ഒരു ഫോൺ വന്നാൽ സംശയമാണ്. ഈ സംശയമായിട്ടുള്ള മനസ്സ് എങ്ങനെയാണ് നമുക്ക് ശാന്തി തരിക? അവൻ പഠിക്കാനിരുന്നാൽ സംശയം, പഠിക്കുമോ എന്ന് സംശയം ഇല്ലേ? ഞാൻ പഠിച്ചോളാം അമ്മേ, അമ്മ കിടന്നോളൂ എന്ന് എത്ര സ്നേഹത്തോടു കൂടി നമ്മുടെ 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 സ്വന്തം ഗർഭപാത്രത്തിൽ വളർന്ന എന്റെ തന്നെ ഒരു പാർട്ട്, അത് വളരെ സ്നേഹത്തോടുകൂടി, ആ അമ്മയോടുള്ള സ്നേഹത്തോടു കൂടി പറയാ, അമ്മ പോയി കിടന്നോളൂ, ഞാൻ വായിച്ചോളാം. അങ്ങനെ ഞാൻ പോകുന്നൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരിക്കലും പ്രാപ്യമല്ല ഈ പറയുന്നതൊന്നും. അതുകൊണ്ട് ആദ്യം നാം ഇതൊക്കെ എത്രത്തോളം എന്നിൽ സാധിതമാണ്, ഇവിടെയൊക്കെ എനിക്ക് തടസ്സങ്ങളുണ്ടോ, അവിടേക്കാണ് ഗീത പറയുന്നത്. അപ്പൊ എനിക്ക് എന്റെ സ്വന്തം കുട്ടിയിൽ എനിക്ക് സംശയമുണ്ടെങ്കിൽ അയൽവക്കക്കാരന്റെ കാര്യം പറയണ്ടല്ലോ അല്ലെ? അപ്പൊ എനിക്ക് എന്നോട് തന്നെ സംശയമുണ്ട്, എനിക്ക് എന്നോട് തന്നെ സംശയമുണ്ട്. ബോംബെയിൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി അമ്മയായിട്ടുള്ള സംഭാഷണത്തില് ഈ എന്താ മകൻ അമ്മയോട് പറഞ്ഞപ്പം അമ്മ ഞെട്ടിപ്പോയി, നടുങ്ങിപ്പോയി. അത് നമ്മളോട് അവർ പറയായിരുന്നു, നിന്റെ ഈ പോക്ക് ശരിയല്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം അവൻ ചോദിച്ചു, അമ്മ ശരിയല്ല, അച്ഛൻ ശരിയല്ല, നിങ്ങൾ ശരിയല്ലേ, ഞാനും ശരിയല്ലാതെ ആവും, നിങ്ങളൊക്കെ ശരിയാണെന്നാ എന്റെ പക്ഷം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോണത് ശരികേടൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഒന്നും മിണ്ടാനില്ല. പിന്നെ അമ്മ ചോദിക്കാം, സ്വാമിജി എന്താ ഇവനിങ്ങനെ പറഞ്ഞത്? അവൻ പറഞ്ഞ വളരെ കൃത്യമാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജന സയപ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതേ. നമുക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്റെ കുട്ടിയാണ്, എത്രയായാലും എന്റെ മോനാണ് മോളാണ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം, ഉണ്ടാക്കിയേ മതിയാവും. ഇത് അയൽവക്കക്കാരനാണോ ഇനി അവനെ വിശ്വസിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളത്?
അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ വീട്ടില് ഈ ശാന്തി പോകുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ സഹചര്യമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റത്തില് നമ്മൾ ഇതിനെ ശരിക്കും ഒന്ന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ വീട്ടിൽ ഈ സംഭവം, ഈ ശാന്തി കളിയാടുന്നത് കാണാം. അല്ലാതെ ശാന്തി നിവാസ്, പ്രശാന്തി നിലയം എന്നൊക്കെ പേരിട്ടത് കൊണ്ട് മാത്രം ശാന്തി ഉണ്ടാവില്ല. ശാന്തിം ആപ്നോതി, ശാന്തിയെ പ്രാപിക്കുന്നു. അയുക്ത പറയുന്നു, യോഗ ബുദ്ധി ഇല്ലാത്തവൻ, അതായത് ഭേദബുദ്ധിയുള്ളവൻ, എല്ലാറ്റിലും സംശയം, ഒന്നിലും ഒരു പ്രതീക്ഷയൊന്നുമില്ല, ഒരു കാലത്തും ലോകം നന്നാവില്ല. ഇതാണ് ഇവൻ പറയുന്നത്. നാട് നന്നാവുന്നില്ല സ്വാമി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാട് നന്നാവുന്നു? ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അയുക്ത, അങ്ങനെയുള്ളവനെയാണ് അയുക്തൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്? കാമകാരേണ, അതിന് കാരണമായി നിലകൊള്ളുന്നത് കാമനയാണ്, ആഗ്രഹങ്ങളാണ് എന്ന് പറയാം. അപ്പൊ ആഗ്രഹങ്ങൾ ഹേതുവായി അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന് ഫലേ സക്ത, അവൻ ഫലത്തിൽ ആസക്തനാണ്, അവന് കർമ്മത്തിൽ ആസക്തിയില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്ന ഒരു വേരുണ്ട്. ആ വേര് താഴേക്ക് ഇറങ്ങണം, അപ്പോഴേ ഫലം, കർമ്മ ഫലം ഉണ്ടാവുള്ളൂ. ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? വേരുകൾ ആഴത്തിൽ ഓടേണ്ടതുണ്ട് എന്ന് പറയാം. അതിലവന് നോട്ടമേ ഇല്ല. അതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു? ബദ്ധ്യതേ, ബദ്ധനായിത്തീരുന്നു. അവൻ ഒരിക്കലും അവന് മോചനം ഉണ്ടാകുന്നില്ല, ഒരിക്കലും. അപ്പൊ നമ്മളൊക്കെ ഒരു സർക്കിള് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഈ കാമന കാരണം നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത്. എന്താ നമ്മുടെ ദുഃഖത്തിന് പ്രധാന കാരണം എന്താ? ഇതാണ്. നമ്മൾ വിചാരിച്ചു ചെറുപ്പത്തിൽ നമുക്ക് ഓരോന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖാവും എന്ന് വിചാരിച്ചു. എന്നിട്ട് സുഖായോ? ഇല്ല. എന്നാ കല്യാണം കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചാൽ സുഖം കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയോ? ഇല്ല. എന്നാ മാറി താമസിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയോ? ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയാ, ഈ ശല്യം, എന്നാ നമുക്ക് വിവാഹബന്ധം ഉപേക്ഷിക്കാമെന്ന്. എന്നാ കിട്ടുമോ? അതും ഇല്ല. എന്നിട്ടും കിട്ടിയോ? ഇല്ല. എന്നാ അങ്ങനെയുണ്ട്. ഒരാള് ഒരു വിവാഹബന്ധം വേർപെടുത്താൻ വന്ന സമയത്ത് ഫാമിലി കോർട്ടിൽ അത് വന്നിട്ട് അവർ കൗൺസിലിങ്ങിന് വിധേയാക്കി. അപ്പൊ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്താ മനുഷ്യന്, എനിക്കിപ്പം വയസ്സ് 50 കഴിഞ്ഞു, ഇനി എനിക്ക് ഇനി കുറച്ചു കാലം കൂടിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ജീവിതം, എനിക്ക് ഇനി കുറച്ചു കാലം സ്വസ്ഥമായിട്ട് കഴിയണം. അല്ല അതിനിപ്പോ എന്താ? അതായത് ഇവള് രാത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാ ഉടനെ വിളിക്കുകയെ, എഴുന്നേക്കും, കള്ളന്മാര്. അദ്ദേഹം പറഞ്ഞു, അഡ്വക്കേറ്റ് പറഞ്ഞു, നോക്കൂ, അവർക്ക് സംശയം, അതെ അവരുടെ ഭയങ്കര സംശയം, അങ്ങനെ സംശയമായിട്ടുള്ള മനസ്സുമായിട്ട് എനിക്ക് ഒത്തുപോവാൻ ഇനി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പറയൂ, ഈ കള്ളന്മാര് വരുമ്പം ശബ്ദം ഉണ്ടാക്കാതെയായിരിക്കും കള്ളന്മാര് വരിക. അതുകൊണ്ട് ഈ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ട് നീ കള്ളൻ എന്ന് പറഞ്ഞ്, കള്ളനൊന്നും ആയിരിക്കില്ല, വല്ല പൂച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, പിന്നെ എന്താണെന്നറിയോ, ഒരു ശബ്ദവും കേൾക്കാത്തപ്പോ എന്നെ വിളിക്കും, ഒരു ശബ്ദവും കേൾക്കുന്നില്ല, കള്ളൻ്റെ നാട്ടിൽ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാം? ഞാനത് ഇനി എനിക്ക് ഒറ്റ വഴിയുള്ളൂ, ഇത് വേണ്ടാന്ന് വയ്ക്കുക. എനിക്ക് കുറച്ച് ശേഷിക്കുന്ന കാലം എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറയാം. ഒന്നുമായിട്ടും ഇത്തരത്തിലുള്ള ബന്ധനങ്ങള് കാമകാരേണ എന്താ പറയും, കാമനകള്. എന്നാൽ വളരെ രസമാണ് കാര്യം. ഈ കാമനകള് ശരിക്കുള്ള കാമനയാണോ? അതുമല്ല. അതായി കുഴപ്പമായി. അതുകൊണ്ടാ തൃപ്തി കിട്ടാത്തത്, നമുക്ക് ഒന്നിലും കിട്ടാത്തത്. മരിച്ചാ മതി എന്ന് വിചാരിച്ച് എന്നാൽ ശരി ചാവാൻ പോകുമ്പോഴാണ്, ആറ്റിൽ ചാടി ചാവാം, അപ്പോഴാണ് അവിടെ നീർക്കോലി. ഇനിയിപ്പോ ഈ നീർക്കോലി കണ്ടിട്ട് തിരിച്ചു പോകാം. അതെ, ഇതാണ് ഗതി. അതുകൊണ്ട് അവൻ ബദ്ധ്യതയെ, അവൻ കുടുങ്ങുന്നു. അടുത്തത് ഭഗവാൻ പറയുന്നു, എന്താ വേണ്ടത്? സർവകർമാണി മനസാ സന്യസ്യാത്തെ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി
നൈവ കുർവന്ന കാരയൻ. സർവകർമാണി മനസാ സന്യസ്യ ആസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി ന ഏവ കുർവൻ ന കാരയൻ. വശി ദേഹി സർവകർമാണി മനസാ സന്യസ്യ. വശി വശി എന്ന് പറഞ്ഞാൽ പിറകിലേക്ക് നോക്കിക്കൊള്ളുക, ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തിയിട്ടുള്ള. അതങ്ങനെ ആ ഇന്ദ്രിയങ്ങള് മനസ്സാകുന്ന കടിഞ്ഞാൺ, ബുദ്ധിയാകുന്ന സാരഥി. ഈ ഭാവത്തിലുള്ള വശി ഒരാള്, ദേഹി മനുഷ്യൻ, സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും ഒന്നൊഴിയാതെ, സർവാണി കർമാണി മനസാ സന്യസ്യ, മനസ്സുകൊണ്ട് സന്യസിച്ച്, ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല, മനസ്സാ, മനസ്സിൽ സംഘമില്ലാതെ. അറിവാണ് അതിന് നിദാനം. ആ അറിവിന്റെ വെളിച്ചത്തിൽ, അറിവിന്റെ നിറവിൽ ചെയ്യുന്ന കർമ്മം. അങ്ങനെ തന്നെ സന്യസ്യ എന്താ, അതിനെ പരിത്യജിച്ചിട്ട് നവദ്വാരേ പുരേ, നവദ്വാരം 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ, ശരീരത്തില് ന ഏവ കുർവൻ ഒന്നും ചെയ്യാത്തവനായി സുഖം ആസ്തേ സുഖമായി ഇരിക്കുന്നു. ഇതിനെയാണ് ഭഗവാൻ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്യകർത്താരമവ്യയം പറഞ്ഞു. ഞാൻ ഇതിന്റെ അകർത്താവാണ്. അപ്പൊ 9 ദ്വാരങ്ങളുള്ള പുരത്തില് പുരഞ്ജനോപാഖ്യാനം വളരെ ഗംഭീരമായിട്ടുള്ള ഭാഗവതത്തിലെ ഒരു ഭാഗമാണ്. പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞിട്ടുള്ള അയാള്, ആ പ്രാചീന ബർഹിസും നാരദനും തമ്മിലുള്ള സംവാദവും, അതുപോലെ അതിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു കഥാരൂപത്തില് ഈ പ്രാചീന ബർഹിസിനോട് പറഞ്ഞു. പ്രാചീനൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രാകൃതൻ എന്നാണ്. അതായത് ഏതോ ഒരു രീതിയെ അജ്ഞാന ഫലമായി അജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവൻ, അവനെ നാരദൻ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുരഞ്ജനൻ എന്നു പേരായ ഒരുവൻ 9 ഗോപുരങ്ങളുള്ള വീട്ടില് താമസിക്കുന്നതും അവിടെ അവൻ ചെയ്യുന്ന കാര്യങ്ങളും. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ പുരത്തെ ജനിപ്പിക്കുന്നവൻ, ശരീരത്തെ. 9 ദ്വാരങ്ങളുള്ള ഗോപുരം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തിൽ അവൻ വരുന്നതും അവിടെ നാഗകന്യയായിട്ട് പ്രണയിക്കുന്നതും കല്യാണം കഴിക്കുന്നതും അവളും അവനും തമ്മിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതും ആ തീരുമാനത്തിന്റെ ഫലമായിട്ട് കുറെ കാലം അവർ ഒരുമിച്ച് താമസിക്കുന്നതും ഒരു ദിവസം ഇവളെ കൂട്ടാതെ അവൻ നായാട്ടിന് പോകുന്നതും തിരിച്ചു വരുമ്പം കോൺട്രാക്ട് തെറ്റിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഈ പ്രാചീന ബർഹിസിന് ഒന്നും മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു, ഇതിന്റെ തത്വം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ വ്യാസൻ ആരാണ് പുരഞ്ജനൻ, എന്താണ് കാലം, ആരാണ് ചണ്ഡവേഗൻ, ആരാണ് നാഗകന്യക, 365 യോദ്ധാക്കള്, അതായത് അത് ദിവസങ്ങളാണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ വ്യാസൻ തന്നെ അതിന്റെ തത്വത്തെ നാരദരിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഭാഗവതത്തിലെ ആ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളതിനെ ആ തത്വവിചാരം നമുക്ക് ബോധിപ്പിച്ചു തരും. നവദ്വാരേ പുരേ ദേഹി. ഏതൊക്കെയാണ് ഈ 9 ദ്വാരങ്ങള്? 2 നയന ദ്വാരങ്ങള്, 2 എണ്ണം. പിന്നെ ശ്രോത്രദ്വാരങ്ങള്, കാതിന്റെ 2 എണ്ണം, 2 2 4 കൂട്ടി നോക്കണേ. നാസാദ്വാരങ്ങള് 2 എണ്ണം. നാസാദ്വാരങ്ങള്, നാസികയുടെ മൂക്കിന്റെ ദ്വാരങ്ങള് 2 എണ്ണം. പിന്നെ ജനനേന്ദ്രിയം, പിന്നെ വിസർജനേന്ദ്രിയം. ഇങ്ങനെ 6ഉം 8ഉം മുഖദ്വാരം, വായ, അതും. ഇതാണ് 9 ദ്വാരങ്ങൾ. ഈ 9 ദ്വാരങ്ങളുള്ള പുരമാണ്, പട്ടണമാണ് നമ്മുടെ ശരീരം. പുരുജിത് എന്ന് പറഞ്ഞാൽ ഈ പുരത്തെ ജയിച്ചവനാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. പാണ്ഡവ സൈന്യത്തിൽ അണിനിരന്ന് നിൽക്കുന്നത് സത്വഗുണ പ്രധാനങ്ങളാണ്.
അപ്പൊ ഈ നവദ്വാരത്തില് നോക്കൂ, ഈ 9 ദ്വാരങ്ങളിലൂടെ എന്തൊക്കെ പ്രവൃത്തികൾ നടക്കുന്നുവോ, 9 പ്രകാരത്തിലുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത്, അല്ലേ? എന്നാ പണ്ട് കാലത്ത് മനുഷ്യന്മാര് മൂക്കിലൂടെയായിരുന്നു ഭക്ഷണം കഴിച്ചത്. ഈ ആധുനിക യുഗത്തില് ആധുനിക യുഗത്തിലാണ് നമ്മൾ ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ തുടങ്ങിയത് എന്ന് പറയും. ആധുനിക യുഗത്തിലാ മൂക്കിൽ കൂടെ കഴിക്കേണ്ടി വരുന്നത് കുഴലൊക്കെ ഇട്ടിട്ടെ. ആധുനിക യുഗത്തിലാ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്നത്. എല്ലാം കുഴലിലൂടെ എടുക്കേണ്ടി വരണം. എന്തോ അപ്പൊ ഈ 9 ദ്വാരങ്ങൾ, നവദ്വാരേ പുരേദേഹി, 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ വസിക്കുന്ന അവനില് ഈ ദ്വാരങ്ങളിലൂടെയൊക്കെ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുവോ, അവന് 2 or 3 കുട്ടികളുണ്ടെങ്കിൽ അതിലൊന്നും അവന് ഒരു പങ്കുമില്ല എന്നാ. തരക്കേടില്ല സ്വാമി, ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ ഒളിഞ്ഞു മാറാൻ, അതായത് നടക്കാൻ ബെസ്റ്റാണ് ഗീത. ഞാനിപ്പോ ഗീത പഠിച്ചിട്ട് എനിക്ക് അതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ല. അതുകൊണ്ട് ഇതിലങ്ങനെ ഞാനിരിക്കണം. നൈവ കുറുവൻ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നകാരയൻ, ചെയ്യിക്കുന്നുമില്ല. എന്താ ഈ ഒരു നിലനിൽപ്പ് നോക്കൂ, ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. വാ എന്നിട്ടോ സുഖം ആസ്തേ, എങ്ങനെയാ ഇരിക്കുന്നത്? സുഖമായി, അനങ്ങാതെ. ഒരു പ്രകാരത്തില് എന്നിൽ ഈ പറഞ്ഞ വിഷയങ്ങള്, ഇന്ദ്രിയങ്ങള്, ഇതൊന്നും എന്നെ അലട്ടുന്നേയില്ല. കാരണം ഞാൻ ഇതൊന്നും ഞാനല്ല എന്ന് പറയാം. അസംഗോഹം 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 പുനഃപുനഃ ഓർത്തുകൊള്ളുക. ഞാൻ ആരാണ്? സച്ചിദാനന്ദരൂപോഹം അഹമേവ അഹം ഹം അവ്യയഃ. ഹരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരാണ്? സച്ചിദാനന്ദരൂപോഹം അഹമേവ അഹം ഹം അവ്യയഃ. തുടർന്ന് ന കർതൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഭഗവാന്റെ പേരിൽ ഒരാൾക്കും ഒരു പ്രകാരത്തിലുള്ള ആരോപണങ്ങളും ആരോപിക്കാൻ സാധ്യമല്ലാത്ത വിധത്തില് ഭഗവാൻ നിയമം ചമച്ചു വെച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. അതിലൊരു നിയമം ഇതാ. എന്താണ്? ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവഃ തു പ്രവർത്തതേ. പ്രഭുഃ, പരമാത്മാവ്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ, ഭഗവാൻ, ഈശ്വരൻ. ലോകസ്യ കർത്തൃത്വം ന സൃജതി. നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈന്ദവ സംസ്കൃതിയുടെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് ഭഗവാന്റെ 2 ഭാവങ്ങൾ. കൃഷ്ണനെ നാം മനസ്സിലാക്കുമ്പം ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഭഗവാൻ ഈ പറയുന്ന ആളുണ്ടല്ലോ, ഒന്ന് തിരമാല സമാനമാണെങ്കിൽ ഒന്ന് സമുദ്ര സമാനമാണ്. സമ്പൂർണമായ കൃഷ്ണനെ നമുക്ക് പിടികിട്ടണമെങ്കിൽ കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞ കൃഷ്ണനാണ്. അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് സ്വഭാവഃ തു പ്രവർത്തത, എല്ലാം അതിന്റെ സ്വഭാവം, സ്വരൂപം മനസ്സിലാക്കേണ്ടുന്നതാണ്. സ്വരൂപം, സ്വഭാവം. സ്വരൂപം എന്താണ്? അജോബിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ. അതുപോലെ നിത്യ സർവഗത സ്ഥാണുഹു അജലോയം സനാതനഃ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗത സ്ഥാണുഹു അജലോയം സനാതന. ഇതൊക്കെയാണ് സ്വരൂപം. സ്വഭാവം എന്ന് പറഞ്ഞാലോ മാറി മറയുന്നത്, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്. കർമ്മവും കർമ്മഫലവുമെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ്. അത് ഞാനാണോ? അല്ല. പിന്നെ ഞാനാരാണ്? ഞാൻ സ്ഥിരമായതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എന്തില്ല? യാതൊരു കർമ്മ
ഫലവും കർമ്മങ്ങളൊന്നും ചെയ്യുന്നത് ഞാനല്ല. ഭഗവാൻ ഇവിടെ സ്വാമിജി ഇവിടെ ഉദാഹരിക്കാറ് എപ്പോഴും ഇലക്ട്രിസിറ്റിയോടാണ് ഭഗവാനെ. ഇലക്ട്രിസിറ്റിക്ക് ഈ വൈവിധ്യമാർന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു പങ്കും നേരിട്ടില്ല. അതൊന്നുമല്ല കാറ്റുണ്ടാക്കിയത്. കാറ്റ് ഫാനിന്റെ പ്രകൃതമാണ്, ചൂട് ഹീറ്ററിന്റെ പ്രകൃതമാണ്, തണുപ്പ് AC-യുടെ പ്രകൃതമാണ്, ദൃശ്യങ്ങൾ TV-യുടെ പ്രകൃതമാണ്. ഞാനാണോ ദൃശ്യമല്ല, ഞാനാണോ ഒന്നും ഞാനല്ല. എനിക്ക് ഇതൊന്നും അല്ലാത്തൊരു നിലനിൽപ്പുണ്ട്. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി എന്താ? അത് പ്ലഗിൽ കൈയിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇലക്ട്രിസിറ്റി ഇവിടുത്തെ വിദ്യുച്ഛക്തി മന്ത്രി പോയിട്ട് കൈയിട്ടാക്ക് അടിക്കില്ലേ? നമ്മുടെ വകുപ്പ് മന്ത്രിയാണ്, അതുകൊണ്ട് മൂപ്പരെ ഒന്നും ചെയ്യണ്ട. അത് കേന്ദ്രമന്ത്രിയാണെങ്കിലും അതെ. ഇലക്ട്രിസിറ്റി ആര് സമീപിക്കുന്നുവോ അനുഗ്രഹ നിഗ്രഹ ശേഷി ഒരുപോലെ നിലകൊള്ളുന്നു. ഇതാണ് പ്രപഞ്ചത്തിൽ ഈശ്വരൻ. അതായത് ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരുന്ന ആള്, എന്തെങ്കിലുമൊക്കെ മൂപ്പർ ഇവിടെ ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഈ അടുത്ത കാലത്തൊരു ഇമെയിൽ വന്നു. നാസ എടുത്ത പടമാണ് ഈശ്വരന്റെ കണ്ണ്, ഒരു പ്രത്യേക കണ്ണ്. ഇങ്ങനെ ഈ സയൻസിലും ഫെനാറ്റിസം ഉണ്ട് തോന്നുന്നുണ്ട്. അന്ധമായ ആളുകളെ വീണ്ടും അതിന്റെയൊക്കെ ഓരോ വഴിയിലേക്ക് കൊണ്ടുപോവുക. ശാസ്ത്രത്തില് ഇപ്പൊ ഈ നാസയ്ക്ക് ഈ പത്രക്കാരെ പോലെ ഫോട്ടോ എടുക്കില്ല എന്നൊരു പണിയാ തോന്നുന്നുണ്ട്. വലിയൊരു ഇനി അവിടുന്ന് വരുന്നതാണോ ഇതെല്ലാം എന്നൊന്നും കൃത്യമായ വിവരമില്ല. ഏത് കിട്ടിയാലും ഇപ്പൊ ആളുകൾ നാസ എന്നും പറഞ്ഞിങ്ങനെ അടിച്ചു വിട്ടുക. നാസ എടുത്ത പടാണ് ഈശ്വരന്റെ കണ്ണ്. എന്താ ഒരു നീല ഒരു സാധനം പോലെ, അത് ഈശ്വരന്റെ കണ്ണാണ് അത്രേ. ഈശ്വരൻ ആകാശത്ത് നിലകൊള്ളുന്ന ഒരു നക്ഷത്രം പോലെ ഒരു കണ്ണായിട്ടിരിക്കുന്നതാണോ? അല്ല. കാരണം നമ്മുടെ കണ്ണ് അതാണ്, നമ്മുടെ കണ്ണേ അതാണ്. ഏത് കണ്ണ് എടുത്തു വെച്ചിട്ട് ഈശ്വരന്റെ കണ്ണെന്ന് പറഞ്ഞാൽ സത്യമാണ്. അതൊരു ചിലന്തിയുടെ കണ്ണും ചെകുത്താന്റെ കണ്ണും ഒക്കെ ഒന്ന് തന്നെ എന്ന് പറയാം. അതുകൊണ്ട് ഈശ്വരൻ എന്നത് ഇപ്പോഴും അദൃശ്യമായിട്ട് ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ച് അതൊരു പ്രഹേളികയാണ്, അദൃശ്യമാണ്. അതിനെ ആവരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവർക്ക്. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നത്. ഒരു വേദാന്ത വിദ്യാർത്ഥിക്ക്, ഒരു ഗീതാ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഭഗവാൻ എന്നത് സാക്ഷാത്കരിക്കേണ്ടുന്ന, കണ്ടെത്തേണ്ടുന്ന ഒന്നല്ല, ഒരു അറിയേണ്ടുന്ന ഒന്നാണ്. തെറ്റിദ്ധാരണ കൊണ്ട് നാം ഇന്ന് മറ്റൊന്നാണ് എന്നറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർമാണി ന സൃജതി, ഒരു കർമ്മവും ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് കർമ്മഫല സംയോഗവുമില്ല. എന്റെ സ്വഭാവത്തിന്, പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് ഓരോന്നങ്ങനെ പ്രവർത്തിക്കുന്നു. ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സവിശേഷത ഇതാണ്. കർത്തും അകർത്തും അന്യതാകർത്തും. ഇതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ഇതിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നമ്മൾ നടത്തുന്നത് ഒളിച്ചോട്ടമാണ്. ഇപ്പൊ നാം ചെയ്യുന്ന, നമ്മൾ അനുഭവിക്കുന്ന പല കർമ്മങ്ങളും പല ഫലങ്ങൾക്കും ഒക്കെ നാം അദൃശ്യമായ ഏതൊക്കെയോ ഘടകങ്ങളെ ചേർത്ത് വെച്ച് ഇതെന്റെ അനുഭവമാണ്, ഇതെന്റെ ഫലമാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നു. അപ്പോഴൊന്നും നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. ഈ ഒരു തലത്തിൽ നിന്നിട്ട് നോക്കുക. കർത്തൃത്വം ന കർമാണി ലോകസ്യ പ്രഭുഃ ന സൃജതി കർമ്മഫല സംയോഗം സ്വഭാവഃ തു പ്രവർത്തതേ. ലോകത്തിന് കർത്തൃത്വഭാവത്തെ താൻ തന്നെ സൃഷ്ടിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഭഗവാന്റെയും ആഗ്രഹം ഭഗവാനായി തീരണം എല്ലാവരും എന്നാണ്. അതുകൊണ്ടാണ്. അദ്ദേഹം ഈ കർത്തൃത്വഭാവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ഏറ്റെടുക്കുമല്ലോ. അതുകൊണ്ട് ഒന്നിലും കർത്തൃത്വം ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല എന്നാണ്. ഒരിക്കല് ശാസ്ത്രകാരൻ ഈശ്വരനെ കണ്ടുമുട്ടിയതായിട്ടുള്ള ഒരു തമാശയുണ്ട്, കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. അന്വേഷിച്ച് ശാസ്ത്രകാരൻ ഒരിക്കൽ ഈശ്വരനെ കണ്ടിട്ട് ഈശ്വരനോട് പറഞ്ഞു, അങ്ങ് VRS എടുക്കുക നല്ലതെന്ന്. കാരണം ഞങ്ങൾ എല്ലാം സൃഷ്ടിക്കാൻ പഠിച്ചു, എന്തും ഞങ്ങൾക്കറിയാം സൃഷ്ടിക്കാൻ, ഏത് വേണമെങ്കിലും സൃഷ്ടിക്കാൻ സാധിക്കുന്ന. അപ്പൊ ഭഗവാന് തോന്നി എന്നാ ഒന്ന് കാണാം. ഭഗവാൻ കുറച്ച് കളിമണ്ണെടുത്തിട്ട് ഒരു കുടം ഉണ്ടാക്കിയിട്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് പറഞ്ഞു ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു ഇത് വളരെ എളുപ്പത്തിൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. മണ്ണിങ്ങോട്ട് എടുക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ, കാരണം അത് ഞാൻ സൃഷ്ടിച്ചതാണ്, അതവിടെ നിൽക്കട്ടെ, നമ്മൾ വേറെ ഒന്ന് ഉണ്ടാക്കുമെന്ന് പറയും.
കാരണം ഭഗവാനെ ഇത് ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ കർത്തൃത്വം നമ്മളും വിടേണ്ടതുണ്ട്. അതുകൊണ്ട് ഗീത വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ ലോകത്തിന് കർത്തൃഭാവത്തെ സൃഷ്ടിക്കുന്നില്ല, അതുപോലെ തന്നെ കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. എല്ലാം അതതിന്റെ കർമ്മത്തെയും ഫലത്തെയും ചേർത്ത് വയ്ക്കുന്നുമില്ല. എല്ലാം സ്വഭാവ ആ പ്രകൃതിക്കനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. നമ്മളെ ഭഗവാൻ ജന്തുക്കൾ എന്ന് വിളിക്കുക, ജന്തവഃ തേന മുഹ്യന്തി. ഇവിടെ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള ശ്ലോകം ഈശ്വരൻ എന്ന് പറയുമ്പം ശരിക്കും മനസ്സിലാക്കണേ, അത് 2-ാം അധ്യായത്തിൽ നിന്ന് വേണം അതിനെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഒരല്പം പോലും വിട്ടുനിൽക്കരുത്. കാരണം അത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഉറവയാണ് എന്ന് പറയാം. ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ, എല്ലാറ്റിന്റെയും ആദി ബീജം. അതാണ് ഈ പറയുന്നത്. അത് വാക്കുകളെ കടമെടുക്കുന്നുവെങ്കിൽ അതാണ് ഭഗവത്ഗീത. അങ്ങനെ വേണം കാണാൻ, അല്ലെങ്കിൽ ഒക്കെ അട്ടർ കൺഫ്യൂഷനായി പോകും. ഈ കാണുന്ന ആകാശത്തിനും ഭൂമിക്കും നക്ഷത്രങ്ങൾക്കുമെല്ലാം ആദിയായ ആ ബീജം, ആദി ബീജം, എല്ലാറ്റിന്റെയും ഓരോന്നിന്റെയും തായ് വേര്, സ്രോതസ്. അതാണ് ഈ പറഞ്ഞത്, ഞാൻ ഒന്നിന്റെയും കർത്താവല്ല, ഞാൻ ഒരു കർത്തൃത്വവും ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്ന്. അല്ലാതെ നമ്മൾ ഈ ഈശ്വരൻ എന്ന് പറയുന്ന രാമനും കൃഷ്ണനും ഒക്കെ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ എവിടെയും എത്തില്ല. അതൊക്കെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് പിന്നീടൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുള്ളതാ, രൂപാദികളിലുള്ള ഈശ്വരൻ. ബൈബിളിനെ ചേർത്ത് വെച്ച് ഇവിടെ നമ്മൾ പഠനം നടത്തുകയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം അതിൽ ദൈവം 1-ാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു, 2-ാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു, അങ്ങനെ 7-ാം ദിവസം അദ്ദേഹം വിശ്രമിക്കുന്നു പോലുമുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കാം അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ വിഷമം ഉണ്ടാവും. അപ്പൊ ഈശ്വരൻ, ആത്മാബോധം എന്നൊക്കെ പറയുമ്പം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം ആധാരം, ആ ആധാരമാണ് ഇവിടെ പറയുന്നത് എന്ന് പറയാം. അതുകൊണ്ട് അതിനെന്താണ്, പ്രവൃത്തികളെ പ്രദർശന വസ്തുവാക്കാൻ അത് ആഗ്രഹിക്കുന്നില്ല. പ്രവൃത്തികളെ പ്രദർശന വസ്തുവാക്കുന്നത് ആരാണ്? നാമാണ്, മനുഷ്യരാണ് എന്ന് പറയാം. ഒരുവൻ പ്രവൃത്തിയെ പ്രദർശന വസ്തുവാക്കുന്ന സമയം അവൻ ഈശ്വരനിൽ നിന്ന് അകലുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ അകൽച്ചയാണ് ഗീത അവിടെ ഇല്ലാതെയാക്കുന്നത്. അതിനാണ് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത്, ജ്ഞാനാസിന, അറിവ് കൊണ്ട് നീ അതിനെ ഛേദിക്കൂ, ആ സംഘത്തെ ഛേദിക്കൂ എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്, വിഭുഹു, വിഭു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, പരമാത്മാവ്, വിഭാവയതി ഇതി വിഭുഹു, ആ വസ്തുവിന്റെ തത്വം ഗ്രഹിച്ചവൻ, ആധാരത്തെ ബോധിച്ചവൻ. അവൻ കസ്യചിത്, ഒരുവന്റെയും. ഇതൊക്കെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, മന്ത്രങ്ങളാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ അറിയോ? മന്ത്രം എന്ന് പറഞ്ഞാൽ മനനത്തിലൂടെ പ്രാണനം ചെയ്യിക്കുന്നത്. അതാണ് ഇതൊക്കെ, ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ കേട്ടോളൂ. വിഭുഹു, ഭഗവാൻ, ഈശ്വരൻ, കസ്യചിത് എന്ന് പറഞ്ഞാൽ ഒരുവന്റെയും, ഈ ദുനിയാവില് ഒരുത്തന്റെയും പാപം ന ആദത്തെ, പാപം ഏറ്റെടുക്കുന്നില്ല. ഭഗവാൻ ഒരുത്തന്റെയും പാപത്തെ ഏറ്റെടുക്കുന്നില്ല. പാപം ന ആദത്തെ. സുഹൃതം ച ന ആദത്തെ, ഒരുവന്റെയും പുണ്യവും ഏറ്റെടുക്കുന്നില്ല. ഇതൊന്നും ഭഗവാന്റെ ജോലിയേ അല്ല. ഒരുവന്റെ പാപവും ഒരുവന്റെ പുണ്യവും ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെ സുഹൃതം ചെയ്താലും ഭഗവാൻ അത് ലിസ്റ്റിൽ എഴുതി വയ്ക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? തമാശയിൽ അതൊക്കെ പറയാം, മൂപ്പരുടെ ജോലിയേ അല്ല അത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുക,
ഇത്യാദി കാര്യങ്ങൾ. അപ്പൊ കസ്യജിത് പാപം ന ആദത്തെ കസ്യജിത് സുഹൃതം ച ന ആദത്തെ. ഒരുവന്റെ സുഹൃതത്തെയും ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അജ്ഞാനേന ജ്ഞാനം ആവൃതം. അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ധൂമേനാവൃയതേ വന്യഹി എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ നേരത്തെ. അറിവില്ലായ്മ കൊണ്ട്, ഈ അജ്ഞാനം ഹേതുവായിട്ട് തേന അതുകൊണ്ട് ജന്തവഃ ജന്തുക്കൾ മുഹ്യന്തി മോഹിക്കുന്നു, വാസ്തവം അറിയാതെയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മോഹമാണ് ഇതൊക്കെ, ഭഗവാനാണ് ഇതൊക്കെ തന്നത് എന്ന്. അപ്പൊ നമ്മൾ അജ്ഞാനം ഹേതുവായി നാം കാര്യം അറിയാതെ പോകുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തില് രാമായണം പഠിപ്പിച്ച കഥ? അജ്ഞാനത്തിന്റെ തലങ്ങള്. ഒരിക്കല് ഒരു ഗ്രാമ പള്ളിക്കൂടത്തില് ഒരു അധ്യാപകൻ അവരുടെ ഉച്ച കഴിഞ്ഞുള്ള ഒരു പീരീഡായിരുന്നു. അപ്പോൾ അതിലെ ഒരു അധ്യാപകൻ അവധിയായതുകൊണ്ട് വേറൊരു അധ്യാപകൻ അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഇദ്ദേഹം കഥ പറയുന്ന ആളാണ്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, സാറേ കഥ എന്ന് പറഞ്ഞു. ശരി എന്നാ കഥ എങ്കിലും കഥ എന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങി ഇദ്ദേഹം രാമായണം പറയും. ഇത് സ്ഥിരം കേട്ട് ഇവരങ്ങോട്ട് മതിയായിട്ടുള്ളതാണ്. ഉച്ച കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഒരു പകുതി ഉറക്കത്തിലാണ് ഇദ്ദേഹം കഥ പറയുന്നത്. കുട്ടികളും അതുപോലെ കേൾക്കണം. അപ്പൊ DO ഇൻസ്പെക്ഷൻ ഉണ്ട് എന്ന് പറയാം. അദ്ദേഹം അതിലൂടെ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ രാമായണം കഥ പറയുന്നത് കേട്ടു. അദ്ദേഹം കയറിയിട്ട്, ഏതായാലും ഈ ആൾക്കും രാമായണത്തിൽ താല്പര്യമൊക്കെ ഉള്ള ആളാണ്, അദ്ദേഹം കയറി ചോദിച്ചു, ഒന്നുകൂടെ കഥ ഉഷാറാക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചു, ആരാണ് ജനകന്റെ വില്ലൊടിച്ചതെന്ന്. ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഞാനല്ലാന്ന്. അപ്പോഴാണ് മാഷ് കാര്യം അറിഞ്ഞത്. ആരടാ അവിടെ? നീ അല്ലാതെ പിന്നെ ആരാ? നീ എന്തിനാ പിന്നെ എഴുന്നേറ്റത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സാർ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ പാടില്ല, കാരണം ഇവനല്ലാതെ വേറെ ആരും ആവാൻ വഴിയില്ല. ഇത്രയും കേട്ടപ്പോൾ ഇവന് മതിയെന്ന അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം പ്രധാന അധ്യാപകനോട് കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്കൂളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇൻസ്പെക്ഷന് വരുന്ന പോലെയല്ല. ഇനിയിപ്പോ വില്ലൊടിച്ചതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമരമായി, പ്രശ്നമായി. അതുകൊണ്ട് ഇതൊക്കെ ഒരു വിട്ടേക്ക് അങ്ങോട്ട്. ഇവിടെ ഉള്ള ഓടും അതും ഇതും എല്ലാം പൊട്ടിക്കിടക്കുക, അതിന്റെ കൂടെ ആയിക്കോട്ടെ. അദ്ദേഹം അവിടുന്ന് വിരമിച്ചു. പിന്നെ അതിന്റെ ഡയറക്ടറാണുള്ളത് സ്കൂളിന്റെ. ഡയറക്ടറോട് പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു, എനിക്ക് പ്രിൻസിപ്പലിനോട് തീർച്ചയായിട്ടും യോജിക്കാൻ തന്നെയാണ്. ഞാനും പ്രിൻസിപ്പലോട് യോജിക്കുന്നു. എനിക്കിപ്പോ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഒടിച്ച വില്ല് നന്നാക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക, അല്ലാതെ ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല. സാർ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണമൊന്നും വയ്ക്കണ്ട. ഏത് ശിവൻ, ഏത് ശങ്കരന്റെ വില്ല് എന്ന് ചോദിക്കാൻ ഉള്ള ജ്ഞാനം ഇല്ലാതിരിക്കണം. അതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം എന്ന് പറയാം. ശങ്കരന്റെ വില്ലൊടിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോ ഏത് ശങ്കരന്റെ വില്ലിന്റെ കാര്യമാണ് എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ അജ്ഞാനം വന്ന് ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ജന്തവഃ മുഹ്യന്തി, ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. മറ്റുള്ളവരും മോഹിക്കുന്നില്ല. ജന്തവഃ നമ്മളെപ്പോലുള്ളവര് മുഹ്യന്തി മോഹിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ യേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ആത്മനഃ ജ്ഞാനേന, ആത്മനഃ ആത്മാവിന്റെ, ജ്ഞാനേന ജ്ഞാനം കൊണ്ട്, ആത്മാവിനെ അറിയുക എന്ന
അറിവുകൊണ്ട് അത് ഹേതുവായി യേശാം എന്ന് പറഞ്ഞാൽ യാതൊരുത്തരുടെ ഏവരുടെ തത് അജ്ഞാനം ആ അജ്ഞാനം നാശിതം നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയാം. ഏതുപോലെ എന്നിട്ടോ തേഷാം ജ്ഞാനം തു അവരുടെ അറിവാകട്ടെ തത്പരം ആ പരമമായ തത്വത്തെ പറയുന്നു ആദിത്യവത് പ്രകാശയതി സൂര്യനെ പോലെ ആദിത്യനെ പോലെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാം. ഈ ഒരു അറിവ് സ്വാമിജി പറയും എത്ര മൂർച്ചയുള്ളതിനെയും അത് മൃദുവാക്കുന്നു, എത്ര കാഠിന്യമാർന്നതിനെയും അത് മൃദുവാക്കുന്നു. ആ അറിവ് ജ്വലിക്കുന്നതോടുകൂടി എല്ലാം തന്നെ ഈയാമ്പാറ്റകൾ എങ്ങനെയാണോ വന്ന് ഹോമിക്കപ്പെടുന്നത് അതുപോലെ അജ്ഞാനജന്യങ്ങളാകുന്ന വികാര വിചാരങ്ങളാകുന്ന ഈയാമ്പാറ്റകൾ ഈ അറിവിലേക്ക് ഹോമിക്കപ്പെടുന്നു. എന്നിട്ടോ ഇതങ്ങനെ ആദിത്യവത് പ്രകാശയതി സൂര്യനെ പോലെ പ്രകാശിക്കുന്നു.